ഉസ്താദാനിനെ ഞങ്ങൾ ചെവിക്ക് പിടിച്ചേ കളഞ്ഞു. മനസ്സിലായില്ലേ? ആരിദ് സ്വലാത്തിൽ ഷിർക്ക് ഇല്ല എന്ന് പറഞ്ഞതോടുകൂടി തൂക്കിയെടുത്ത് അങ്ങ് ഇട്ടു. അതുപോലെ ഇസ്തിഹാസ എന്താണ്, അതും അയാൾ പറഞ്ഞ് ഷിർക്കില്ല, തൂക്കി ഞങ്ങളെ അതായത് ഒരു ചെവിക്ക് പിടിച്ചാ കളഞ്ഞത്. ചോദിച്ചു നോക്ക്, എന്നാ ഈ എടുത്തോ. അല്ല, ഞങ്ങളായിരുന്നോ സംവാദ വ്യവസ്ഥക്ക് മൂപ്പരെ കൊണ്ടുപോയത്? മൂപ്പരെ അംഗീകരിക്കുന്ന ഒരു വിഭാഗം മുജാഹിദിലുണ്ടല്ലോ അൻവറെ. അൻവറെ, മൂപ്പരെ അംഗീകരിക്കുന്ന ഒരു വിഭാഗം മുജാഹിദിലുണ്ടല്ലോ. ഓരാണല്ലോ സംവാദ വ്യവസ്ഥക്ക് കൊണ്ടുപോയത്. SSF SKSF അല്ലെങ്കിൽ മറ്റേതെങ്കിലും സുന്നി സംഘടനകളോ കൊണ്ടുപോയത് അല്ലല്ലോ. മുജാഹിദ് വിഭാഗത്തിലെ ഒരു വിഭാഗമാണ് നാരിയത്തു സ്വലാത്തിൽ ശിർക്കില്ല എന്ന വാദം അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അനസുമായി സംവാദ വ്യവസ്ഥയ്ക്ക് ഇരുത്തിയത്. ആരാ അൻവറെ? അതുകൂടിയും പറയണങ്ങള്. ആരാണ് അദ്ദേഹത്തെ സംവാദ വ്യവസ്ഥയ്ക്ക് കൊണ്ടുപോയത്? അൻവർ മൈക്കെടുത്തിട്ട് പറയും. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. അതെ, അദ്ദേഹം കുറച്ച് പ്രായമുള്ള ഒരാളാണ്, ഹാർട്ട് പേഷ്യന്റ്. അപ്പൊ കുറച്ച് ആൾക്കാർ അവിടെ പുള്ളിയുടെ അയൽവാസികൾ ആരോ പോകുന്നു, അവിടെ ഈ വ്യവസ്ഥയൊക്കെ എഴുതുന്നല്ലോ, എഴുതി കൊടുക്കാനൊക്കെ ആയിട്ട് ആരോ പോയതാണ്. അതായത് മുജാഹിദുകളൊന്നും അല്ല പോയത്. പിന്നെ വേറെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു പോരുകയും ചെയ്യുമല്ലോ. ഇദ്ദേഹത്തിന്റെ വിപുലമായ വാദം എനിക്കറിയേണ്ടതാ അൻവർ അഹമ്മദ്, നിങ്ങളിപ്പോ പറഞ്ഞതിൽ സന്തോഷമുണ്ട്. അല്ല, കാര്യം എന്താണെങ്കിലും അൻവർ അഹമ്മദ് ഇപ്പൊ ഒരു കാര്യം പറഞ്ഞല്ലോ. ലബ്ബ മൗലവിനൊക്കെ ഒരു ചെവിമ പൊക്കിയെടുത്തിട്ട് പുറത്തുക്കിടാൻ മാത്രമുള്ള കെൽപ്പുള്ള ആൾക്കാരൊക്കെ എന്തുണ്ട് ഇവരെ കൂട്ടത്തിലുണ്ട്. അത് ഈ അൻവർ അഹമ്മദ് ലബ്ബ മൗലവിനെ കണ്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. മനസ്സിലായില്ലേ? അദ്ദേഹത്തെ പോലെയൊക്കെ തടി മണ്ണുള്ള ഒരു മനുഷ്യനൊക്കെ ഒറ്റ ചെവി മാത്രം പിടിച്ചിട്ട് പുറത്ത് കിട്ടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങള് അങ്ങനത്തെ ആൾക്കാരൊക്കെ നിങ്ങളെ കൂട്ടത്തിലുണ്ടാ. ആയിക്കോട്ടെ, നമ്മളെ വിശ്വസിക്കാം. നിങ്ങളിപ്പോ നുണയുള്ള പണ്ടേ പറയില്ലേ. പക്ഷെ എനിക്കതല്ല, അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ചില ആൾക്കാരൊക്കെ ഇങ്ങോട്ട് പോന്നു എന്നാണല്ലേ. എവിടുക്കാ പോന്നത്? ജിന്നുകളെ കൂട്ടത്തിൽക്കോ അതോ മറ്റേ പിശാചിക്കളെ കൂട്ടത്തിൽക്കോ? എവിടുക്കാ പോന്നത് നിങ്ങൾ പറഞ്ഞില്ലല്ലോ അൻവർ അഹമ്മദെ. അതും കൂടെ ഒന്ന് വ്യക്തമാക്കിയാല്. അല്ല, ഏത് വിഭാഗത്തിൽക്കാണ് പോന്നത്? ലബ്ബ മൗലവിന്റെ കൂടെയുള്ള ആളുകള് ഇങ്ങോട്ട് പോന്നു നിങ്ങൾ പറഞ്ഞു. അത് എവിടേക്കാണ് പോന്നത്? സക്കരിയ നേതൃത്വം നൽകുന്ന ജിന്നുകളെ കൂട്ടത്തിലേക്കോ അല്ല മറ്റേ എന്താണ് നമ്മളെ കലക്കി അബ്ദുറഹ്മാൻ മൗലവി, അബ്ദുറഹ്മാൻ കലക്കി നേതൃത്വം നൽകുന്ന ആ ഗുണ്ടാ ഗ്രൂപ്പിന്റെ കൂട്ടത്തിലേക്കോ ഏതിൽക്കാ പോകുന്നതെന്നൊന്നും നിങ്ങൾ പറഞ്ഞാൽ തിരക്കലുണ്ടായിരുന്നില്ല. അൻവർ അഹമ്മദ് ഒന്ന് പറഞ്ഞു തന്നാ ഉപകാരമായിരുന്നു. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ആരാണ് മൂപ്പരെ കൊണ്ടുപോയത് എന്ന് ഞാൻ ചോദിച്ചപ്പോ, ഈ ലബ്ബ മൗലവിന് ആരാണ് കൊണ്ടുപോയതെന്ന് ചോദിച്ചപ്പോ അൻവർ ചോദ്യത്തിൽ ഒരു തെറ്റിദ്ധാരണ വന്നു മൂപ്പർക്ക്. അതുകൊണ്ടാണ് മൂപ്പര് ഒരു ആർട്ട് പേഷ്യന്റ് ആണ്. അതുകൊണ്ട് അയൽവാസി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കാര്യമല്ല ഞാൻ ചോദിച്ചതേ. മൂപ്പര് ഒരു ആർട്ട് പേഷ്യന്റ് ആണ്, അതുകൊണ്ട് അയൽവാസികളാ കൊണ്ടുപോയത് എന്നാ മൂപ്പര് പറയണത്. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കാര്യം എല്ലാം വരെ ചോദിച്ചത് മൂപ്പരെ സംവാദ വ്യവസ്ഥയ്ക്ക് ഇരുത്താൻ ആരാ കൊണ്ടുപോയത് എന്നാ ചോദിച്ചത്. അതിപ്പോ ഏതായാലും സുന്യാളല്ലോ, പിന്നെ ആരാന്ന് അതിന് മൂപ്പര് പറഞ്ഞ മറുപടിയാ. മൂപ്പര് ഒരു ആർട്ട് പേഷ്യന്റ് ആണ്, അതുകൊണ്ട് അയൽവാസികളാണ് കൊണ്ടുപോയത്. എത്താൻ പറ പിരാന്തുണ്ടെങ്കിൽ. അതുകൊണ്ട് പറയും, ആരാണ് മൂപ്പരെ സംവാദ വ്യവസ്ഥയ്ക്ക് കൊണ്ടുപോയത്? നമുക്കതറിയണ്ട്. നാരിയത്തു സ്വലാത്തിന് ശിർക്കില്ല, ഇസ്തിഗാസ ശിർക്കല്ല എന്ന വാദമുള്ള ഇദ്ദേഹത്തെ അത് വാദിക്കാനും ആ വാദത്തിൽ വ്യവസ്ഥ എഴുതാനും കൊണ്ടുപോയത് ആരാണ്? അൻവർ പറയണം, ആരാണ് കൊണ്ടുപോയത്? നിങ്ങൾ പറയും, മൈക്കെടുത്തിട്ട് പറയും. അല്ല, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരല്ലേ, ജിന്ന് കൂട്ടത്തിൽ സക്കരിയ കൂട്ടത്തിൽപ്പെട്ട ആളുകളല്ലേ കൊണ്ടുപോയത്? അവരാ കൊണ്ടുപോയത്. ഞാൻ ചോദിക്കുക, നിങ്ങൾ അക്കൂട്ടത്തിലുണ്ടോ? അല്ല, നിങ്ങൾ രണ്ട് വിഭാഗമായോ? നമുക്കതറിയണ്ട്, എളുപ്പം തീരുമല്ലോ. നിങ്ങൾ അക്കൂട്ടത്തിലാണോ അതോ രണ്ട് വിഭാഗം ജിന്നുകളിലും വന്നിട്ടുണ്ടോ എന്ന് മൈക്കെടുത്തിട്ട് പറഞ്ഞോട്. അൻവർ തന്നെ മറുപടി പറയട്ടെ. അസ്സലാമു അലൈക്കും. സത്യം പറയാതെ എനിക്കറിയില്ല പുള്ളിയുടെ കൂടെ പോയ ആരാണെന്ന് എനിക്കറിയില്ല. മനസ്സിലായില്ലേ? ഇനി അദ്ദേഹത്തിന്റെ വാദം നിങ്ങളുടെ അതേ വാദമാണെങ്കിൽ ഞങ്ങൾ അതിനെ പുള്ളിയെ കളഞ്ഞു. മനസ്സിലായില്ലേ? ഇതൊക്കെ ഞങ്ങൾ കൃത്യമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ആരെങ്കിലും തെറ്റിദ്ധരിച്ച് പോയിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു പോന്നിട്ടുണ്ടാവാം.
എനിക്കറിയില്ല ആരാ പോയെന്ന്. പിന്നെ കേൾവിക്കാരൻ ഉസ്താദിനോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഉസ്താദിന്റെ അടുത്ത് ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. കാരണം നിങ്ങൾ കുറച്ച് ഈ റൂമിൽ കുറച്ച് ബുദ്ധിയുള്ള ആളാണെന്ന് ഞാൻ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരും. വടക്കേക്കാടെ പിടിച്ച് ബോൺസ് ചെയ്യും. ഇപ്പൊ ഈ ഇൻട്രസ്റ്റ് ഉള്ള സമയത്ത് വന്നിട്ട് ഇവിടുത്തെ മുണ്ടാണ്ട് കുത്തിരിക്കുക മൈക്കെടുത്തിട്ട്. ഇപ്പൊ ബോൺസ് ആയിരിക്കും കിട്ടുക. ഏതായാലും കേൾവിക്കാരൻ ഉസ്താദ് മൈക്കെടുത്തോളി. അപ്പൊ മൂപ്പര് പറഞ്ഞു കേട്ടില്ല, ഇതൊരു ഗതികേടല്ല അൻവർ, ഇച്ചറിയില്ല, എനിക്കറിയില്ല ആരാണ് കൊണ്ടുപോയതെന്ന്, എനിക്കറിയില്ല മൂപ്പരാൻ. അതിന് ഉണ്ടെങ്കിൽ ആരെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിച്ച് കൊണ്ടുപോയിട്ടുണ്ട്, ഒരിങ്ങോട്ട് പോന്നിട്ടുണ്ടാവും. എന്താ അൻവർ ഈ പറയുന്നതിനൊക്കെ തലയും വേണ്ടേ നിങ്ങള്? പിന്നെ മറ്റേ എന്താണ് തിരുവനന്തപുരം ജില്ലയുടെ നേതാവല്ലേ, വഹാബി നേതാവല്ലേ നിങ്ങള്? ഒരു നേതാവ് പറയേണ്ട വർത്താന എനിക്കറിയില്ല. അല്ല, നിങ്ങളറിയണം, എന്തേ അന്വേഷിക്കാതിരുന്നു? മറ്റ് ആ കോക്കസിന്റെ എല്ലാ കാര്യങ്ങളും അടി മുതൽ മുടി വരെ നിങ്ങള് ചുഴന്നന്വേഷിച്ച് തെജസീസ് ചെയ്യുന്നില്ലേ? ഇല്ലേ? പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേഷൻ നടത്തുന്നില്ലേ? ഈ അൻവർ അതിൽ പ്രഗത്ഭനാണല്ലോ. ഞാൻ ചോദിക്കുന്നു, എന്താ ഈ വിഷയം നിങ്ങൾ അറിയാതെ പോയി? നിങ്ങൾക്കറിയാ, നിങ്ങൾ നോണ പറയാണ്. നിങ്ങൾക്കറിയാ, നിങ്ങളെ കൂട്ടത്തിൽ രണ്ടെണ്ണമുണ്ട്. സക്കരിയ സലാഹിയെ അംഗീകരിക്കുന്ന ഒരു വിഭാഗവും ലബ്ബ മൗലവിയെ അംഗീകരിക്കുന്ന വേറൊരു വിഭാഗവും രണ്ടായി തളർന്നിട്ടുണ്ട്. വഹാബിസല്ല, ഈ ജിന്നിസം, ജിന്നൂരിസം രണ്ടായി പിളർന്നിട്ടുണ്ട്. പുറത്തു പറയാൻ മാനക്കേടുണ്ടല്ലേ? കാരണം കാലം ഇത്രയും നിങ്ങൾ പറഞ്ഞു നടന്നു നാരിയത്തു സലാത്ത് ഷിർക്കാണ്, മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് സഹായം തേടൽ ഷിർക്കാണ്. പക്ഷെ നിങ്ങളിൽ ഒരു വിഭാഗം തന്നെ അത് ഷിർക്കാണെന്ന് പറയാൻ പറ്റൂല എന്നുള്ള കണ്ടീഷനിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് പറയാനുള്ള ലജ്ജ കൊണ്ടാണ് ഞങ്ങൾക്കറിയത്. നിങ്ങൾക്ക് കുടുങ്ങിയിട്ടാ നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് അറിയില്ല. എനിക്കറിയില്ല എന്ന് പറഞ്ഞത് നിങ്ങൾ കുടുങ്ങിയിട്ടാ. കാരണം ഇത് അംഗീകരിച്ചു പോയ മാനക്കേടാന്ന് വിചാരിച്ചിട്ട്. അൻവറായി മാന ഇല്ലാലോ, എന്നാലല്ലേ മാനക്കേടുള്ളൂ. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട കേൾവിക്കാരൻ ഉസ്താദ് വരും. അസ്സലാമു അലൈക്കും. ഞാൻ എന്തോന്ന് പറയാൻ ചെയ്തിരുന്നു, അതിന്റെ ഇടയിൽ പിന്നെ എന്ത് ചെയ്തു മൈക്ക് കിട്ടാതെ. എന്തോന്ന് അൻവർ അഹമ്മദ് പറഞ്ഞിരുന്നു. ഞാൻ എന്താണ് അൻവർ അഹമ്മദിന്റെ കൂടെ വരുന്നുണ്ടെന്നാ അല്ലേ? അല്ല, മോഹങ്ങളെ എന്തും മനുഷ്യന് മോഹിക്കാലോ. ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ആവണമെന്നും അൻവർ അഹമ്മദിന് എന്ത് ചെയ്യാ, മോഹിക്ക. അതുപോലെ പലതും മോഹത്തിന് എന്തില്ല, ആഗ്രഹങ്ങൾക്ക് എന്തില്ല, അള്ളാഹു തആല പരിധി വെച്ചിട്ടില്ലല്ലോ. എന്തും ആഗ്രഹിക്കാലോ, അതിരിക്കട്ടെ. പക്ഷെ അതല്ല ഈ അൻവർ അഹമ്മദ് പറഞ്ഞത്. അൻവർ അഹമ്മദ് ഒരു കാര്യം മനസ്സിലാക്കണം. അയാൾ പറഞ്ഞത് നിങ്ങൾ ചിന്തിച്ചോ, നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. നിങ്ങള് യാ ഇബാദല്ലാഹ് അഈനൂനി, അഥവാ വിജനപ്രദേശത്ത് ജിന്നുകളെ ഉദ്ദേശിച്ച് അങ്ങനെ വിളിച്ചാൽ അത് ശിർക്കല്ല എന്ന വാദമല്ലേ അൻവർ അഹമ്മദ് പിന്നെ നിങ്ങളെ ജിന്നു വിഭാഗത്തിനുള്ളത്? ആണെങ്കിൽ ഒന്ന് എസ് അടിച്ചാൽ മതി. ജിന്നു വിഭാഗത്തിനുള്ളത് ആ വാദമല്ലേ? ശിർക്കല്ല, വസീലത്തിന്റെ ശിർക്കാണെന്നല്ലേ പറഞ്ഞുള്ളൂ, ഹറാമാണെന്നല്ലേ പറഞ്ഞുള്ളൂ. അത് ശിർക്കല്ല എന്നല്ലേ പറയണത്? അങ്ങനെ തന്നെയല്ലേ സക്കരിയ വിഭാഗം പറയുന്നത് അൻവർ അഹമ്മദ്? ആണെങ്കിൽ ഒന്ന് എസ് അടിച്ചാൽ മതി. അപ്പൊ ഞാൻ ലബ്ബ മൗലവി എന്താണ് പറയുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അൻവർ അഹമ്മദിന്റെ ശബ്ദം കേൾക്കണ്ട? അൻവർ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? കണ്ടോ? ഇപ്പൊ അൻവർ അഹമ്മദിന് ചെവിയില്ല. ഇപ്പൊ അൻവർ അഹമ്മദിന് എന്തില്ല? ചെവിയില്ല. ചെവി DC ആയി. സുഹൃത്തുക്കളെ, എന്നാ ബാക്കിയുള്ളവര് നിങ്ങൾക്ക് തിരിഞ്ഞാ ഞാൻ പറഞ്ഞുതരാം. ബാക്കിയുള്ള ആളുകളൊക്കെ എന്റെ ശബ്ദം കേൾക്കണില്ലേ? മറ്റുള്ളവരൊക്കെ എന്റെ ശബ്ദം കേൾക്കണ്ടല്ലോ അല്ലേ? എന്റെ സൗണ്ടിനൊന്നും കുറവില്ലല്ലോ. അല്ലല്ല, ജിന്ന് കേറിയിട്ടുണ്ട് കേട്ടാ. അത് വെറുതെ അല്ല അൻവർ അഹമ്മദ് പറഞ്ഞത്, അവരെ കൂടെയാണ് എന്ന് അത് വിചാരിച്ചിട്ടായിരിക്കും. എന്റെ മൈക്കിന്റെ മേലും ജിന്ന് കേറിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ശരിയാക്കി. അത് ഞാൻ റുഖിയ ശറയ്യ പ്രയോഗിച്ചു. എന്താ അറിയില്ല, അതിപ്പോ ഇടക്കിടക്ക് അങ്ങനെ ജിന്ന് എന്റെ മൈക്കിന്റെ വോളിയം കൺട്രോളിന്റെ മേലെ കയറിയിട്ട് അങ്ങോട്ട് താഴ്ത്താണ് കീപ്പിട്ട്. പിന്നെ ഇപ്പൊ എല്ലാരും കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? എന്താണ് യഥാർത്ഥത്തില് സക്കരിയ അല്ല പിന്നെ നമ്മുടെ ലബ്ബ മൗലവി ഇപ്പൊ ആ വിഷയത്തിൽ പറഞ്ഞെന്നറിയോ? ഇസ്തസ്ഖിലി ഉമ്മത്തിക്ക എന്ന
അസറിനെ കുറിച്ച് അദ്ദേഹം അത് ശിർക്കില്ല എന്ന് പറഞ്ഞത് എന്താണ്? സക്കരിയ സലാഹി യാ ഇബാദല്ലാഹ് അഈനൂനി എന്നത് ശിർക്കല്ല എന്നതിന് എന്താണോ കാരണം പറഞ്ഞത്, ആ കാരണത്തിലും ആ വാദത്തിലും അൻവർ അഹമ്മദ് ജിന്നൂരി വിഭാഗം ഉറച്ചു നിൽക്കുന്ന കാലത്തോളം യാ ഇബാദല്ലാഹ് യാ റസൂലല്ലാഹ് ഇസ്തസ്ഖി ഉമ്മത്തിക എന്ന അസറിലും ശിർക്കില്ല എന്ന് പറയൽ നിങ്ങൾക്ക് നിർബന്ധമാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? ശ്രോതാക്കളെ സുഹൃത്തുക്കൾക്ക് മനസ്സിലായോ? മനസ്സിലായവരനുസരിച്ചാൽ മതി, അല്ലാത്തവർ നോ അടിച്ചോളി. മനസ്സിലായോ? മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ നോ അടിച്ചോളി. അതന്നെ ശരി മുസൂല്. ഒന്നുകൂടി പറഞ്ഞുതരാം. ആ വിജനപ്രദേശത്ത് വെച്ച് പ്രയാസം നേരിടുന്ന ആരെങ്കിലും അവരോട് വിളിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് യാ ഇബാദല്ലാഹ് അഈനൂനീന, അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ എന്നെ സഹായിക്കണേ എന്ന് വിജനപ്രദേശത്ത് വിളിച്ചു പറയാൻ കൽപ്പിച്ചു എന്ന് മാത്രമല്ല, അത് പ്രയോഗവൽക്കരിച്ചു മഹാന്മാരായ ഒരുപാട് ഇമാമിങ്ങൾ. അല്ലേ? അതെന്ത് ചെയ്യുന്നു? മുജാഹിദുകളും സമ്മതിക്കുന്നു. പിന്നെ അവർ ലൈഫാണെന്നൊക്കെ പറയുന്നുണ്ട്, അതിരിക്കട്ടെ, അതിന്റെ ലൈഫും സിഹത്തും അല്ല ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യണത്. പിന്നെയോ അങ്ങനെ അത് പ്രയോഗിച്ചു, അങ്ങനെ ചെയ്തു എന്നുള്ള വിവരം ഒരുപാട് ഇമാമിയങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പൊ അത് ശിർക്കാണെന്ന് പറഞ്ഞാൽ അത് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ ഇമാമിയങ്ങളും അത് സ്വന്തം ജീവിതത്തിൽ അത് പ്രയോഗവൽക്കരിച്ചു, അങ്ങനെ യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് വിളിച്ചു എന്ന് പറയുന്ന ഇമാമിയങ്ങളുമെല്ലാം ശിർക്ക് ചെയ്തവരാണെന്ന് വാദിക്കേണ്ടി വരും. അപ്പോ മുൻകഴിഞ്ഞു പോയ അയിമ്മത്ത് ഇമാമിയങ്ങൾ അവര് ശിർക്കും തൗഹീദും തിരിയാത്തവരാണെന്നോ അല്ലെങ്കിൽ അവര് ശിർക്ക് പ്രവർത്തിച്ചവരാണെന്നോ അത് അംഗീകരിക്കുന്നവരാണെന്നോ പറയേണ്ടി വരും. അതിനെന്നെ കിട്ടൂല എന്നല്ലേ സക്കരിയ പറഞ്ഞത് സുഹൃത്തുക്കളെ? അദ്ദേഹം പറഞ്ഞതിന്റെ ചുരുക്കാതല്ലേ? ജിന്നൂരികളുടെ നേതാവായ സക്കരിയ പറഞ്ഞതിന്റെ അല്ലേ? അങ്ങനെ തന്നെയല്ലേ? എപ്പോ നിങ്ങൾക്ക് തിരിഞ്ഞോ? ഇപ്പൊ എല്ലാവർക്കും തിരിഞ്ഞോ? എന്നാൽ അതേ ന്യായം യാ റസൂലല്ലാഹ് ഇസ്തസ്ഖി ഉമ്മത്തിക യാ റസൂലല്ലാഹ് എന്ന അസറിലും അതേ ന്യായം ബാധകമാണ്. എന്താ കാരണം? മഹാന്മാരായ ഒരുപാട് അയിമ്മത്ത് അവരുടെ ഗ്രന്ഥങ്ങളിൽ ആ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല അതിന്റെ സനദ് സ്വഹീഹാണെന്ന് ഇബ്നു കസീർ അടക്കമുള്ളവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഒരൊറ്റ ഇമാമും കഴിഞ്ഞ കാലത്ത് ഈ സംഭവം രേഖപ്പെടുത്തിയ ഡസൻ കണക്കിൽ ഇമാമുകളിൽ നിന്ന് അയിമ്മത്തിൽ നിന്ന് ദീന് പഠിച്ചിട്ടുള്ള മഹാന്മാരിൽ നിന്ന് ഒരാൾ പോലും ഇത് ശിർക്കാണ് എന്ന് ആരും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോ യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന വിഷയം എന്നത് ശിർക്കല്ല എന്ന് പറയാൻ ജിന്നൂരി നേതാക്കളും ജിന്നൂരികളും എന്തൊരു കാരണമാണോ പറഞ്ഞത് അതേ കാരണം ഇതിലുമുണ്ട്. അതാണ് ആര് പറഞ്ഞത്? ലബ്ബ മൗലവി പറയുന്നത്. അതിന് അൻവർ അഹമ്മദ് യാ ഇബാദല്ലാഹ് അഈനൂനി എന്നത് ശിർക്കില്ല എന്ന് പറയുന്ന ജിന്നൂരികൾക്ക് എങ്ങനെ ഈ ലബ്ബ മൗലവി ഇപ്പൊ പറഞ്ഞത് അഥവാ ഇസ്തസ്ഖി ഉമ്മത്തിക യാ റസൂലല്ലാഹ് എന്ന അസർ അതിൽ ശിർക്കുണ്ട് എന്ന് എങ്ങനെ പറയാൻ കഴിയുക? അത് നിങ്ങളൊന്ന് മൈക്കെടുത്ത് പറഞ്ഞു തന്നാൽ ഞങ്ങൾക്ക് പഠിക്കാമായിരുന്നു, മനസ്സിലാക്കാമായിരുന്നു. എന്നിട്ട് മതി നിങ്ങൾ ലബ്ബ മൗലവിയെ ചെവി പിടിച്ച് പുറത്തിട്ടു എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ തുറന്നു പറയൂ, പയ്യൂർ ഉസ്താദ് പറഞ്ഞതുപോലെ ജിന്നൂരി വിഭാഗം ഇപ്പോൾ രണ്ടായി പിളർന്നിരിക്കുന്നു. ഒന്ന് ലബ്ബ ഗ്രൂപ്പ്, ലബ്ബ മൗലവിയെ അനുകൂലിക്കുന്നവർ, മറ്റൊന്ന് അദ്ദേഹത്തെ അനുകൂലിക്കാത്ത അൻവർ അഹമ്മദിന്റെ ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അൻവർ അഹമ്മദ് ഒന്ന് മൈക്കെടുത്ത് പറഞ്ഞാൽ ഉപകാരമായിരുന്നു, ഞാൻ മൈക്ക് വിട്ടു.
അതവിടെ ഹാജറുള്ള അള്ളാഹുവിന്റെ അടിമകളെയാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അവിടെ ഹാജറുള്ള അത് എവിടെയാണ് അൻവർ അഹമ്മദ് യാ ഇബാദല്ലാഹി എന്ന് പറഞ്ഞാൽ ഹാജർ ഉള്ളത് എന്നുള്ള എവിടെയുള്ളത്? യാ ഇബാദല്ലാ, അള്ളാഹുവിന്റെ അടിമകളെ എന്നാ വിളിക്കണത്. ഐനൂനി, നിങ്ങൾ എന്നെ സഹായിക്കണേ. എവിടെ ഇതിൽ ഹാജർ എന്നുള്ളൊരു വാക്ക് ഞാൻ കണ്ടില്ല. നിങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ, അൻവർ അഹമ്മദ് ഒന്ന് മൈക്കെടുത്ത് പറഞ്ഞു തന്നാൽ അതിൽ ഇന്ന വാക്കുണ്ട്, അല്ലെങ്കിൽ ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഏതെങ്കിലും കഴിഞ്ഞകാല മഹാന്മാർ അയിമ്മത്ത് ആരെങ്കിലും അങ്ങനെ ഹാജറുള്ളവർ എന്നൊരു കണ്ടീഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഇത് ഹാജർ ഉണ്ടോ ഇല്ലേ എന്നെങ്ങനെ നമ്മൾ അറിയാൻ പറയുന്നത്? നമ്മളൊരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ട് അവിടുന്ന് യാ ഇബാദല്ലാ ഐനൂനി എന്ന് പറയുമ്പോ നമ്മളെ ശബ്ദം കേൾക്കുന്ന സ്ഥലത്ത് അങ്ങനെ ജിന്നുകൾ ഉണ്ട് എന്നുള്ളതിന് നമുക്കൊരു ഉറപ്പ് വേണ്ടേ? അതെങ്ങനെ അറിയാം? ഒന്ന് മൈക്കെടുത്തിട്ട് എന്ന് പറയുന്നത് ഒന്ന് പറഞ്ഞോളൂ, ഞാൻ മൈക്കോട്ടു. അതെ, അതായത് ആ ഹദീസിൽ തന്നെ വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ കണ്ണിന് കാണാത്ത അദൃശ്യ ശക്തികൾ അള്ളാഹു പട്ടാളം ഉണ്ടാകും എന്ന് പറയുന്നു. ആ പട്ടാളത്ത് അത് ആരാണ് എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തപ്പോൾ അവിടെ ജിന്നും മലക്കുമായിരിക്കാം. അത് ജീവനുള്ള ജിന്നും അല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലായിടത്തും ഉണ്ട് എന്ന് പറയേണ്ടി വരൂലേ? നമ്മൾ കാണാത്ത അള്ളാഹുവിന്റെ അടിമകള് വിജനമായ മരുഭൂമിയിൽ മാത്രമല്ലല്ലോ അൻവർ അഹമ്മദ്, ജിന്നും മലക്കും ഒക്കെ എന്തുണ്ട്? നമ്മൾ മനുഷ്യന്മാരുള്ളോടത്തും ഇല്ലേ? അതിന് പിന്നെ വിജന പ്രദേശത്തേക്ക് തന്നെ പോണോ? അല്ല കിടന്നാലും അങ്ങനെ ഉസ്താദുമാർ ഇതിലില്ലേ? വർഷവനെ എല്ലാരും പോയാ? ഉസ്താദുമാരും എന്റെ ശബ്ദം കേൾക്കണില്ലേ? ചെറുപ്പുസ്താദ് പറഞ്ഞല്ലാന്ന്. അതെ, എല്ലായിടത്തും ഉണ്ടല്ലോ അൻവർ അഹമ്മദ്. നബിനെന്തിനാ ഈ വിജനപ്രദേശം എന്നൊരു കണ്ടീഷൻ വെച്ചിരിക്കണം അവിടെ? അൻവർ അഹമ്മദ് ഇപ്പൊ നിൽക്കണോടത്തും എന്തുണ്ട്? അൻവർ അഹമ്മദിന്റെ അടുത്തും മലക്കുകളുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കേട്ടാ. ഇവിടെ രണ്ട് കാര്യം പൊട്ടണത്. എന്താണ്? ഒന്ന്, അദൃശ്യമായ മാർഗത്തിൽ സഹായം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് ശിർക്കാണ് എന്ന് ഇത്രയും കാലം മുജാഹിദുകൾ പറഞ്ഞതെല്ലാം നിങ്ങൾ തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. അൽഹംദുലില്ലാ, അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ ഇപ്പോ അത് ശരിയല്ല, തെറ്റാണെന്നുള്ളത്. എന്നാൽ ഞാൻ പറയട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ചെന്നിട്ടാണ് ലബ്ബാ മൗലവി ഇത് പറയുന്നത്. റസൂലുള്ളാഹി അവിടെ ഹാജറുണ്ട് അൻവർ അഹമ്മദ്, മനസ്സിലായോ? യാ റസൂലല്ലാഹി ഇസ്തസ്ഖി ഉമ്മത്തിക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അടുത്ത് ചെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളതും. അങ്ങനെ അടുത്ത് ചെന്ന് പറയുന്നത് അത് ശിർക്കല്ല എന്നുമാണല്ലോ ലബ്ബാ മൗലവി പറയുന്നത്. നിങ്ങൾ ഹാജറുണ്ട് എന്ന കാരണമാണ് പറഞ്ഞതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മദീനയിലില്ലേ? ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞോളൂ, മൈക്കെടുത്ത് പറഞ്ഞോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മദീന മുനവ്വറയിൽ ഉണ്ടോ ഇല്ലയോ? അൻവർ അഹമ്മദ് ഒന്ന് മൈക്കെടുത്ത് പറഞ്ഞോളൂ, ഞാൻ മൈക്ക് വിട്ടു. അതെ, റസൂലുള്ള വഫാത്തായി കഴിഞ്ഞു. വഫാത്തായ ഒരാളോടും ജീവനുള്ള ആളുള്ള ഒരാളോടും സംസാരിക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്, മനസ്സിലായില്ലേ? പിന്നെ ആ ഹദീസ് ദുർബലമായതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് അമൽ ചെയ്യാനും പറ്റൂല. ഇത് അത് ആരാ പറഞ്ഞത്? അതൊരു പുതിയ അറിവാണ്. അന്ന് രണ്ട് അബദ്ധാണങ്ങൾ പറഞ്ഞത്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ വഫാത്തായി പോയിട്ടുണ്ട്. വഫാത്തായ മഹാന്മാരോടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടോ അങ്ങനെ ചോദിച്ചാൽ അത് ശിർക്കാവുമെന്ന് ഏത് ആയത്തിലാ ഉള്ളത്, ഏത് ഹദീസിലാ ഉള്ളത്? അൻവർ അഹമ്മദ് അതൊന്ന് പറഞ്ഞു തന്നാല് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അൻവർ അഹമ്മദ് മൈക്കെടുത്തോളൂ. ഏത് ആയത്തിലാ ഏത് ഹദീസിലാ ഉള്ളത് അതൊന്ന് പറയാം കേട്ടാ, ഞാൻ മൈക്ക് വിട്ടു. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ അത് ലൈഫാണ്, അതുകൊണ്ട് അത് അമൽ ചെയ്യാൻ പറ്റൂല. അത് ലൈഫാണെന്ന് ആരാ പറഞ്ഞിട്ടുള്ളത്? അതും ഒന്ന് പറയാട്ടാ.
നിങ്ങൾ രണ്ട് കാര്യം പറഞ്ഞു, മറക്കരുത്. സുഹൃത്തുക്കളെല്ലാവരും ശ്രദ്ധിച്ചില്ലേ? വഫാത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായതുകൊണ്ട് നബി തങ്ങളുടെ ഖബറിന്റെ അരികെ ചെന്ന് പോലും പറഞ്ഞാലും അത് ശിർക്കാണ് വഫാത്തായതുകൊണ്ട്. അങ്ങനെ വഫാത്തായ ആളുകളോട് സഹായം ചോദിച്ചാൽ വിളിച്ചാൽ ശിർക്കാകും എന്ന് ഖുർആനിൽ ഏത് ആയത്തിലാണുള്ളത്, അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ഏത് ഹദീസിലാണുള്ളത്? ഒന്ന്. രണ്ടാമത്തെ, നിങ്ങൾ പറഞ്ഞു ആ അസർ ലഈഫാണെന്ന് പറഞ്ഞു. അത് ലഈഫാണെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു മുഹദ്ദിസിന്റെ, മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ഏതെങ്കിലും ഒരു ഇമാമിന്റെ പേരും ആ കിതാബിന്റെ പേരും അൻവർ അഹമ്മദ് ഒന്ന് പറയണം എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അൻവർ അഹമ്മദ് മൈക്കെടുക്കട്ടെ. ഉസ്താദിനെ പോലുള്ള വലിയ പണ്ഡിതന്മാരും എന്നോട് അപേക്ഷിക്കുമെന്ന് വേണ്ട, അതും വിനീതമായി. ഞാനൊരു സാധാരണക്കാരനാണല്ലോ. പിന്നെ ഈ വിഷയത്തിൽ ഞാൻ പറയാം, ഈ ഹദീസ് ദുർബലമായതുകൊണ്ട് നമുക്ക് അമൽ ചെയ്യാൻ പറ്റില്ല. ഇമാമിയങ്ങൾ അമൽ ചെയ്തത് അത് സ്വഹിയാണെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ മരിച്ചവരോട് സഹായം ചോദിക്കാൻ പാടില്ലാതെ ശിർക്ക് തന്നെയാണ്. അള്ളാഹുവിന്റെ ദാത്തിലും സിഫാത്തിലും അഫാലിൽ പങ്കു ചേർക്കുന്നത് ശിർക്കാണ്. അത് ബേസിക് ആണല്ലോ. ഇത് ഇപ്പൊ ഇവിടെ ചർവിത സർവണമല്ലേ ഇവിടെ ഈ റൂമിൽ? അല്ല, അപ്പൊ അള്ളാഹു തആല വഫാത്തായി കിടക്കുക, അങ്ങനെയാണെങ്കിലല്ലേ ശിർക്ക് എന്ന് പറഞ്ഞാൽ പങ്കു ചേർക്കുക എന്നല്ലേ? അൻവർ അഹമ്മദ്, വഫാത്തായി പോയ ആളോട് സഹായം ചോദിച്ചാൽ, ഖബറിന്റെ അടുത്ത് വെച്ച് റസൂലുള്ളാഹിനോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കാണെന്ന് അൻവർ അഹമ്മദ് പറയുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്തിലാണ് ഈ ശിർക്ക് വെക്കുന്നത്? അള്ളാഹിനോട്, അള്ളാന്റെ ദാത്തിലാണോ അതോ സിഫാത്തിലാണോ അഫ്ആലിലാണോ? ഏതിലാണ് അൻവർ അഹമ്മദ്? അതൊന്ന് പറഞ്ഞെന്നാൽ കേട്ടാ. അല്ല, ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ എന്താണ്? നമ്മളൊരു കാര്യം പഠിക്കാൻ വേണ്ടി ആവുമ്പോൾ പല കാര്യങ്ങളും പലരിൽ നിന്നും പഠിക്കും കേട്ടാ. പിന്നെ ഞാൻ വലിയൊരു പണ്ഡിതൻ എന്ന് പറഞ്ഞു, ഞാൻ പണ്ഡിതനല്ല എന്നുള്ളതിലുള്ള എല്ലാവർക്കും അറിയാം. ഇവിടെ മൈക്കെടുക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും വിവരം കുറഞ്ഞ ഒരു സാധാരണക്കാരനാണ് SGBയിൽ ഉള്ള കേൾവിക്കാരൻ എന്നുള്ളത് ഈ റൂം ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും അറിയാം. ഞാനത് ഇടയ്ക്ക് പറയാറുമുണ്ട് കേട്ടാ. അപ്പൊ അത് വേണ്ട. അൻവർ അഹമ്മദ് ഇതൊന്ന് പറഞ്ഞോളൂ. രണ്ട് കാര്യമുണ്ട് അതിൻ്റെ ഇടയ്ക്ക്, മറ്റേ മറക്കരുത് കേട്ടാ. ലൈഫാണ് നിങ്ങൾ പറഞ്ഞല്ലോ ഈ അസർ. യാ റസൂലല്ലാഹ് ഇസ്തസ്ഖിലി ഉമ്മത്തിക യാ റസൂലല്ലാഹ് എന്ന അസർ ലഈഫാണെന്ന് പറഞ്ഞെന്ന് പറഞ്ഞല്ലോ. അത് ആരാണ് ലഈഫാണെന്ന് പറഞ്ഞത്? അതൊന്ന് പറഞ്ഞോളൂ. ഞാൻ മൈക്ക് വിട്ടു. ഒന്നും കൂടി വേഗം മൈക്ക് കൊടുക്കും. ഞാൻ മൈക്ക് വിട്ടു. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ അല്ലേ? നമ്മളത് പഠിച്ചിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും ഒരുപോലെയാണോ? അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നു. ആ ജീവിച്ചിരിക്കുന്ന അള്ളാഹുവിനോട് ചോദിക്കുന്നത് പോലെയാണോ മരിച്ചവരോട് ചോദിക്കുന്നത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾവിക്കാരൻ ഉസ്താദ്, ഞാൻ പോവാണ്. അൻവറെ, നിങ്ങളോട് കേൾവിക്കാരൻ ഉസ്താദ് ചോദിച്ചതിന് മറുപടി പറഞ്ഞു കൊടുക്കട്ടാ. നിങ്ങൾ എന്ന് പറയുന്നു അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം, അള്ളാഹു ജീവിച്ചിരിക്കുന്നവനാണ്. നിങ്ങൾ പറയുന്നു വഫാത്തായ നബിയോട് സഹായം തേടിയാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കലുമാണ്. ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും സമമല്ല എന്ന് നിങ്ങൾ എന്ന് പറയണു. പിന്നെ എങ്ങനെ ഈ പങ്കാവല് സമമല്ലാത്ത വിഷയത്തിൽ എങ്ങനെയാ പങ്കു ചേർക്കല്? മണ്ടത്തരം പറയുമ്പോൾ കുറെ ആലോചിക്കണ്ടേ? സമമല്ല നിങ്ങൾ എന്ന് പറയാ, എന്നിട്ട് പറയാ പങ്കാണ്. സമമല്ല എന്ന് പറയാ, പിന്നെ സമമല്ലാണ്ട് പിന്നെ എങ്ങനെയാ പങ്കാവല്? മണ്ടത്തരം പറയരുത് അൻവറെ. ഇൻഷാ അല്ലാഹ് കേൾവിക്കാർ ഉസ്താദ് തന്നെ തുടരും. അല്ലാഹു തആല ഖൈർ ചെയ്യട്ടെ. ഞാൻ തൽക്കാലം ഉസ്താദെ മൈക്ക് വെച്ച് പോവുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവരും ദുആ ചെയ്യുക. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹു ഖൈറ ഉസ്താദ്. ഉസ്താദിന്റെ നാട്ടിൽ ഒരുപാട് സമയമായതാണ്. അപ്പോൾ പിന്നെ 1 മണിയോടടുത്തില്ലേ നാട്ടിൽ നിന്നല്ലേ? ഏതായാലും അൻവർ അഹമ്മദ്, നിങ്ങൾ പറഞ്ഞതിപ്പോ നിങ്ങൾക്ക് അതിന്റെ അബദ്ധം മനസ്സിലായോ? പയ്യോളി ഉസ്താദ് പറഞ്ഞപ്പോ നിങ്ങൾക്ക് അതിന്റെ അബദ്ധം മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നിങ്ങൾ പറഞ്ഞത് അത് അള്ളാഹുവിനോട് പങ്കു ചേർക്കല. പങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു വിഷയത്തില് സമമാണ്, അതുപോലെയാണ് എന്ന് വിശ്വസിക്കുന്നതിനാണല്ലോ. എങ്കിൽ തുല്യത ഏതെങ്കിലും ഒരു വിഷയത്തില്. അപ്പൊ നിങ്ങൾ തന്നെ പറയുന്നു വഫാത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്, പിന്നെ ഹയ്യും ഖയ്യൂമുമായ റബ്ബും എന്നും ജീവിച്ചിരിക്കുന്നവൻ. അപ്പൊ തന്നെ വ്യത്യാസം വന്നില്ലേ?
അപ്പൊ തന്നെ വ്യത്യാസമല്ലേ വരുന്നത്, പങ്കല്ലല്ലേ വരുന്നത്. പിന്നെ നിങ്ങൾ തന്നെ പറയുന്നു ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരും സമാണോന്ന്. അല്ല, മനസ്സിലായോ? അപ്പൊ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് അത് ശിർക്കാവണമെങ്കിൽ അള്ളാഹുവും എന്തായിരിക്കണം? വഫാത്തായിരിക്കണം. ഈ വഹാബികൾ അല്ലോ വഫാത്താകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കയ്യും കാലും മൂക്കും ഒക്കെ പോയിട്ട്, അല്ല ചെവിയും തലയൊക്കെ പോയിട്ട് പിന്നെ അവസാനം മുഖം മാത്രം ബാക്കി ഉണ്ടാവുമെന്ന് നിങ്ങളെ ആൾക്കാരിറക്കിയ ഖുർആൻ പരിഭാഷയിൽ കാണുന്നുണ്ട്, അർത്ഥം വെച്ച് കാണുന്നുണ്ട്. എല്ലാം നശിക്കും, ഇല്ലാ വജ്ഹു, അള്ളാന്റെ മുഖം ഒഴിച്ച്. മനസ്സിലായോ? പക്ഷെ മരിക്കും വഫാത്താവുന്ന അതിലും പറഞ്ഞു കണ്ടിട്ടില്ല. അപ്പൊ എങ്ങനെയാ പിന്നെ അത് അത് പങ്കാവുന്നത് എങ്ങനെയാണ്? അതാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. അത് കൂടാതെ അൻവർ അഹമ്മദ്, നിങ്ങൾ പറഞ്ഞല്ലോ അത് ലൈഫാണെന്ന്. ഇത് ലൈഫാണെന്ന് ആരാ പറഞ്ഞിട്ടുള്ളത് എന്നാ ചോദിക്കണത്. അതും കൂടി നിങ്ങളൊന്ന് പറഞ്ഞാള്. അൻവർ അഹമ്മദ് ഒന്ന് മൈക്കെടുത്തിട്ട് ആരാണ് ഇസ്തസ്ഖിലി ഉമ്മത്തിക യാ റസൂലല്ലാഹ് എന്നുള്ള അസർ അത് ലൈഫാണെന്ന് പറഞ്ഞ ഒരൊറ്റ പണ്ഡിതന്റെ പേര് പറഞ്ഞു തന്നാ മതി, ഞാൻ മൈക്കോട്ടു. അതെ ഉസ്താദേ, അള്ളാഹു കാണുന്നത് പോലെയും കേൾക്കുന്നത് പോലെയും മരിച്ചവർ കേൾക്കും കാണും എന്ന് വിശ്വസിക്കുന്നു. അവിടെയാണ് ഞാൻ പറഞ്ഞത്. നുണ പറയരുത്. നിങ്ങൾ ഇതുവരെയൊക്കെ സംസാരിച്ച് മാന്യമായിട്ടായിരുന്നു കേട്ടോ, സാധാരണത്തെ മാതിരിയല്ല, കുറച്ച് മാന്യത പാലിച്ചിട്ടാണ് ഇന്ന് ഏതാണെങ്കിലും അൽഹംദുലില്ലാ നമ്മൾ അൻവർ അഹമ്മദ് സംസാരിക്കുന്നത്. അള്ളാഹു കാണുന്നത് പോലെ കാണുമെന്നോ അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുമെന്നോ ഒരൊറ്റ മുസ്ലിമും വിശ്വസിക്കുന്നില്ല. ഇനിയിപ്പോ ഇതിൽ ഇതാ 450ഓളം ഐഡിയ ഉണ്ടല്ലോ, ഇതിലുള്ള ആളുകളോട് നമുക്കാന്ന് ചോദിച്ചു നോക്കാം. ഏതാണെങ്കിലും ഇതിൽ ഭൂരിപക്ഷം സുന്നികളാണല്ലോ, അത് അൻവർ അഹമ്മദിന് തർക്കമല്ലോ. സുഹൃത്തുക്കളെ, നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ അള്ളാഹു കാണുന്നത് പോലെ കാണുന്ന മറ്റൊരാളുണ്ട്, ഒരു ശക്തിയുണ്ട് എന്ന്? അല്ലെങ്കിൽ അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ട് എന്ന് ഉണ്ടോ? നിങ്ങളൊന്ന് അടുക്കി. അങ്ങനെ വിശ്വാസമുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല അൻവർ അഹമ്മദെ. അത് നിങ്ങളെ മൗലവിമാര് വിവരം കെട്ട പടുജാഹിലീങ്ങൾ സാധാരണക്കാരെ പറഞ്ഞ് പറ്റിക്കുന്നതാണ്. നിങ്ങൾ ഒരു വിവരവുമില്ലാത്ത, യാതൊരു വിവരവുമില്ലാത്ത പ്രായം ചെന്നൊരു ഉമ്മാമാനോട് വെച്ച് നോക്കിയേ നിങ്ങൾ, ഒരു സുന്നി ഉമ്മാമാനോട്. അള്ള കാണുന്നത് പോലെ കാണുന്ന, അള്ള കേൾക്കുന്നത് പോലെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഉമ്മാമാന്ന്? കുറച്ച് വിട്ടൊന്ന് ചോദിച്ചോളേണ്ടി. കയ്യെത്തിനോടത്ത് നിൽക്കരുത്. ഒരു കയ്യും ഒരു ചൂലിന്റെയും അകലം കണ്ടു നിന്നിട്ട് ചോദിച്ചാൽ മതി കേട്ടാ. കയ്യെത്തോർത്തോർത്തുക്കും ചിലപ്പോൾ ചൂലെത്തുമല്ലോ ഉമ്മാമാരെ കയ്യിലുള്ള. അതുകൊണ്ട് ഒരു കയ്യിന്റെയും ചൂലിന്റെയും അകലം കണ്ടു നിന്നിട്ട് ചോദിച്ചാൽ മതി എന്ന് പറയാൻ മതി. ആ അടിയാണ് കിട്ടും. കണ്ടില്ലേ? കാരണം ഒരു മുസ്ലിമും അങ്ങനെ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? അള്ളാഹുവിന്റെ കേൾവി എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ എല്ലാ സിഫത്തുകളും അവന്റെ ലാത്ത് പോലെ തന്നെ അത് അനാദ്യമാണ്, അസലിയാണ്. മനസ്സിലായോ? അത് മനസ്സിലാക്കണം നിങ്ങള്. അവിടെയാണ് ഇതൊക്കെ വ്യത്യാസപ്പെടുന്നത്. ഇപ്പൊ ഉദാഹരണം നോക്ക്, അൻവർ അഹമ്മദ്, നിങ്ങൾ ചിന്തിക്കാൻ, ശാന്തമായി ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ അള്ളാഹുവിന്റെ ഒരു വിശേഷണമാണ് അള്ളാഹു ഉള്ളവനാണ്. അല്ലേ അല്ലേ ഉസ്താദുമാരെ? അള്ളാഹു ഉള്ളവനാണ്, വുജൂദ് അല്ലേ? അള്ളാഹുവിന്റെ ഒരു സിഫത്തല്ലേ? എന്താണ് ഈ സത്യോസ്താദ് ഇങ്ങനെ ഞാനീ ചോദിക്കണേന്നൊന്നും സത്യോസ്താദ് പ്രതികരിക്കണമെന്നില്ല. ഉസ്താദ് വേറെന്തൊക്കെ അടിക്കാണ്. അള്ളാഹുവിന്റെ ഒരു സിഫത്തല്ലേ വുജൂദ്? അള്ളാഹു ഉള്ളവനാണെന്നല്ലേ? അതെ, മാഷാ അല്ലാഹ്. പിന്നെ ചെറുപ്പുസ്തകം അടിച്ചിട്ടുണ്ട്. അൻവർ അഹമ്മദ്, ഇത് അള്ളാഹുവിന്റെ ഒരു സിഫത്താണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇരിക്കുന്ന ആളുകളോട് ചോദിക്കുന്നു, അൻവർ അഹമ്മദ് ഇപ്പൊ ഉണ്ടോ? അല്ല, അൻവർ അഹമ്മദും ഉള്ളവനല്ലേ? അൻവർ അഹമ്മദ് ഉള്ളവനല്ലേ? നിങ്ങളത് കേൾക്കണവരോടാണ് ചോദിക്കുന്നത്, ശ്രോതാക്കളോടാ ചോദിക്കുന്നത്. അള്ളാഹുവിന്റെ ഒരു സിഫത്താണ്, ഒരു വിശേഷണമാണ് അള്ളാഹു ഉള്ളവനാണ് എന്നുള്ളത്. അൻവർ അഹമ്മദും ഉള്ളവനാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇപ്പൊ നമ്മൾ അൻവർ അഹമ്മദിനെ അള്ളാഹിനോട് പങ്കുചേർത്തവരായോ? ഇല്ലല്ലോ. എന്താ കാരണം? അൻവർ അഹമ്മദ് ഉണ്ട് എന്ന് പറയുന്നതും അള്ളാഹു ഉണ്ട് എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. എന്താ കാരണം? അൻവർ അഹമ്മദ് ഉണ്ടായതിന്റെ തുടക്കമുണ്ട്. കണ്ടോ?
ആ അൻവർ അഹമ്മദ് ഉണ്ടായതിന് തുടക്കമുണ്ട്. അൻവർ അഹമ്മദ് സ്വയം ഉള്ളവനല്ല. പിന്നെന്താണ്? അള്ളാഹു ഉണ്ടാക്കിയതാ, സൃഷ്ടിച്ചതാ. എന്നാൽ അള്ളാഹ് ഉണ്ടാവലോ അത് അസലിയാണ്, അതിന് തുടക്കല്ല. അവിടെ വ്യത്യാസപ്പെടുന്നത് കണ്ടങ്ങള്, അവിടെയാണ് വ്യത്യാസപ്പെടുന്നത്. അള്ളാഹുവിന്റെ എല്ലാ സിഫത്തുകളും അങ്ങനെ തന്നെയാണ്. അൻവർ അഹമ്മദ്, അള്ളാഹു കേൾക്കുന്നു, അള്ളാഹു കാണുന്നു. ഞാനും കേൾക്കുന്നു, അൻവർ അഹമ്മദും കേൾക്കുന്നു, മറ്റുള്ളവരും കേൾക്കുന്നു. ചിലര് അടുത്തുനിന്ന് കേൾക്കുന്നു, ചിലര് അകലെ നിന്ന് കേൾക്കുന്നു. ദൂരപരിധിയൊന്നും ഇല്ല ആ വിഷയത്തില്, ബാധകമേ അല്ല അൻവർ അഹമ്മദ്. കാഴ്ചയും അങ്ങനെ തന്നെ. എന്തിനേറെ സ്ഥലത്തു നിന്ന് പോലും നമുക്ക് അറിയാൻ കഴിയാത്തത് ഒന്നല്ലേ വാസന എന്നുള്ളത്, അല്ലേ? അല്ലേ? വാസന, സ്മെല്ല്, അല്ലേ? നമ്മൾ ശബ്ദം കേൾക്കുന്ന ദൂരത്തുള്ള വാസന നമ്മൾ മനസ്സിലാക്കാറുണ്ടോ? ഇല്ലല്ലോ. എന്നാ വിശുദ്ധ ഖുർആനിലെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തു നിന്ന് വാസന യാക്കൂബ് നബി അലൈഹി സ്വലാം ഇനി ലാജിദു റീഹ യൂസുഫ, അല്ലേ? ഖുർആനിൽ അല്ലാഹു പറഞ്ഞു. യാക്കൂബ് നബി അലൈഹി സ്വലാം എവിടെയാ ഉണ്ടായിരുന്നത് സുഹൃത്തുക്കളെ? ആ സംഭവം നടക്കുമ്പോൾ യാക്കൂബ് നബി അലൈഹി സ്വലാം എവിടെ ഉണ്ടായിരുന്നത്? ഏത് രാജ്യത്താണ് ഉണ്ടായിരുന്നത്? നിങ്ങളൊന്ന് അടുക്കി. അല്ല, മിസ്റിലല്ല, അതെ, ഫലസ്തീനിലായിരുന്നു. ഫലസ്തീനിലായിരുന്നു ഉണ്ടായിരുന്നത്. കണ്ടോ? എന്നാൽ ഇവരോ, യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ സഹോദരന്മാരെവിടെ ഉണ്ടായിരുന്നത്? യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ സഹോദരന്മാരെവിടെ ഉണ്ടായിരുന്നത്? അതടിക്ക്. അത് മിസ്റിലും അഥവാ ഈജിപ്തിലും ആണോ? അപ്പൊ ഈജിപ്തിൽ നിന്ന് യൂസുഫ് നബി അലൈഹി സ്വലാം ധരിച്ചിരുന്ന കുപ്പായം തന്റെ ജേട്ടന്മാരുടെ കൈകളിലേക്ക് കൈമാറിയെന്നതിനോട് കൂടെ കണ്ടോ? قال അതല്ലോ ولما فصلت العير قال أبوهم إني لأجد ريح يوسف. കണ്ടോ? ആ യാത്രാ സംഘം അവിടെ നിന്നുകൊണ്ട് യാത്ര തിരിച്ചതോടുകൂടെ തന്നെ ഈജിപ്തിലിരിക്കുന്ന ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് ഇപ്പുറത്തിരിക്കുന്ന യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ മൂക്കില് തന്റെ വാത്സല്യപുത്രനായ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ വാസന ഇങ്ങനെ വന്നടിക്കാൻ തുടങ്ങിയെന്ന് കണ്ടാ. അപ്പൊ ശബ്ദം മാത്രമല്ല, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തു നിന്ന് വാസന പോലും മനസ്സിലാക്കാൻ അള്ളാഹുവിന്റെ മഹാന്മാർക്ക് അള്ളാഹു താല കഴിവ് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് അവരവിടെയാവുന്നില്ല. മനസ്സിലായോ? അള്ളാഹിന്റെ ഒരു സിഫത്തിലും പങ്കുകാരാവുന്നില്ല അൻവർ അഹമ്മദ്. എന്താ കാരണം? എന്താ കാരണം? അതൊക്കെ അള്ളാഹു നൽകുന്ന കഴിവാണ്. അള്ളാന്റെ കേൾവി എന്നറിയുന്നതോ അള്ളാന്റെ കാഴ്ച എന്ന് പറയുന്നതോ അത് ഒന്നിന്റെയും സഹായമില്ലാത്ത അള്ളാഹുവിന്റെ ദാസ്തു പോലെ തന്നെ അനാദ്യമാണ്. അതുപോലെ തന്നെ അതിന് അവസാനവുമില്ല. ഇവിടെയാണ് അൻവർ അഹമ്മദ് വ്യത്യാസപ്പെടുന്നത്. മനസ്സിലായോ? നിങ്ങളെ ഈ വിവരമില്ലാത്ത പടുജാഹിലുകളായ മൗലവിമാർ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഇരിക്കട്ടെ, ഒരായത്ത് അത് തെളിവായിട്ട് നിങ്ങൾക്ക് ഓതാനോ പറയാനോ കഴിഞ്ഞിട്ടില്ല. അത് കഴിയുമെന്ന് എനിക്ക് നിങ്ങളുമല്ല വഹാബി പ്രസ്ഥാനത്തിലുള്ള ഒരൊറ്റ മൗലവിക്കും അതിനോട്ട് കഴിയില്ല. അതിരിക്കട്ടെ. പക്ഷെ നിങ്ങൾ വേറൊരു അബദ്ധം അതിനേക്കാൾ വലുത് വേറൊന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താ? ഇസ്തസ്കിരി ഉമ്മത്തിക്ക യാ റസൂലല്ലാ എന്നുള്ള ആസർ അത് ലഈഫാണെന്ന് പറഞ്ഞു. ഏത് പണ്ഡിതനാണ് അൻവർ അഹമ്മദ് അത് ലഈഫാന്ന് പറഞ്ഞിട്ടുള്ളത്? ഒന്ന് മൈക്കെടുത്ത് പറഞ്ഞോളൂ. ഞാൻ മൈക്ക് വിട്ടു. എന്റെ ഉസ്താദെ, പിന്നെ അള്ളാഹുവിനെ പോലെ ഒരാള് കാണുമെന്നോ കേൾക്കുമെന്നോ വിശ്വസിച്ചാൽ അല്ലെങ്കിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ മതവിധി എന്താണ്? അയാൾ മുശ്രിക്കാണോ? അല്ലേ? അല്ല, അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇനിയിപ്പം വിഷയം മാറ്റണ്ട. നമ്മൾ പറഞ്ഞോടത്തു തന്നെ പോവുക. അതായത് അള്ളാഹുവിനെ പോലെ കാണുകയും അള്ളാഹുവിനെ പോലെ കേൾക്കുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരു ശക്തി ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ തീർച്ചയായും അത് അള്ളാഹുവിനോട് പങ്കുചേർക്കലാണ്. ഇത് യാതൊരു സംശയമില്ല. സുന്നികൾക്ക് ആർക്കും അതിന് സംശയമില്ല. കേട്ടോടാ, അൻവർ അഹമ്മദ് അടിവരട്ട് മനസ്സിലാക്കിക്കോളൂ. അള്ളാഹുവിനെ പോലെ കാണുകയോ
അള്ളാഹുവിനെ പോലെ കേൾവിയോ ഉള്ള ഏത് മഹാനുണ്ടെന്ന് വന്നാലും വിശ്വസിച്ചാലും, അത് മലക്കാവട്ടെ, നബിയാവട്ടെ, മറ്റുള്ളവരാവട്ടെ, നബിമാരിൽ അള്ളാഹുവിന്റെ മഖ്ലൂക്കുകളിൽ അവന്റെ സൃഷ്ടികളിൽ ശ്രേഷ്ഠരായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാവട്ടെ, അള്ളാഹു കാണുന്നത് പോലെ, അള്ള കേൾക്കുന്നത് പോലെ കേൾക്കും, അള്ള കാണുന്നത് പോലെ കാണും എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണെന്ന വിഷയത്തിൽ ശൂന്യർക്ക് ആർക്കും തർക്കമില്ല. മനസ്സിലായോ? അങ്ങനെ ആരും വിശ്വസിക്കുന്നില്ല എന്നാ ഞങ്ങളീ പറയുന്നത്. അത് നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ? അൻവർ അഹമ്മദിന് മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ആരും വിശ്വസിക്കുന്നില്ല. അകലെ നിന്ന് കേട്ടതുകൊണ്ടോ, ഭൂമിയുടെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് കേട്ടതുകൊണ്ടോ, അല്ലെങ്കിൽ വഫാത്തിന് ശേഷം കേട്ടതുകൊണ്ടോ, അല്ല ഇനി ചന്ദ്രനിൽ നിന്നുള്ള ശബ്ദം ഭൂമിയിൽ നിന്ന് കേട്ടതുകൊണ്ടോ ഒന്നും എന്താവുന്നില്ല. ആ കേൾവിയുള്ള ആള് അള്ളാഹുവിന്റെ സമമാവുന്നില്ല കേൾവിയിൽ. എന്താ കാരണം? അൻവർ അഹമ്മദ്? അങ്ങനെ കേൾക്കുന്നവരെ അള്ളാഹു കേൾപ്പിക്കുകയാണ് ചെയ്യുന്നത്, സ്വയം കേൾവിയല്ല. ആ കേൾവിക്ക് തന്നെയും ആദ്യമുണ്ട്, അതിന് അന്ത്യമുണ്ട്. അള്ളാഹുവിന്റെ കേൾവി എന്ന് പറയുന്നത് ഒന്നിന്റെയും സഹായം അതിനാവശ്യമില്ല, സ്വയമുള്ളതാണ്. അവന്റെ ലാത്ത് പോലെ തന്നെ അത് അനാദ്യമാണ്, തുടക്കമില്ല, അതിനവസാനവുമില്ല. കണ്ടോ? ഇതാ വ്യത്യാസം. ഇത് അള്ളാഹുവിന്റെ എല്ലാ സിഫത്തുകളിലും എല്ലാ ഗുണങ്ങളിലും ഇത് ബാധകമാണ്. കേൾവി, കാഴ്ച എന്നതിൽ മാത്രമല്ല. ഹയാത്ത് നോക്കൂ നിങ്ങൾ. അള്ളാഹു ഹയ്യല്ലേ? നിങ്ങൾ നേരത്തെ പറഞ്ഞത് തന്നെ. നിങ്ങൾ അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം. ഹയ്യ് എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ? ഉസ്താദുമാരൊന്ന് അടിക്കുക. ഹയ്യ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹയ്യ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിന്റെ മീനിങ് ഒന്ന് അടിക്കുക. അറിയുന്നത് മീനിങ് ഒന്ന് മലയാളത്തിൽ അടിക്കുക. നിങ്ങൾ ലീവും ചുട്ടിയൊന്നും അടിച്ചാൽ നമുക്ക് തിരിയില്ല. ഹയ്യുൻ. ഉസ്താദുമാരടിക്കട്ടെ, എന്തെങ്കിലും ഉസ്താദുമാരാരെങ്കിലും അടിക്കട്ടെ. ഹയ്യുൻ എന്ന് പറഞ്ഞാൽ അടച്ചോന ഉസ്താദുമാരും ഇല്ല ഇപ്പൊ കേൾക്കണവര്. ഇത് പിന്നെ മാതിരിയുള്ള കുറച്ച് സാധാരണക്കാർ മാത്രമായ റൂമില്. ഹയ്യുൻ എന്ന് പറഞ്ഞാൽ എന്നും എവിടെ സത്യുസ്താദെ അതില് ഹയ്യുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നൊന്ന് അത് അള്ളാഹുവിനെ കൊള്ള ചേർത്ത് പറയുമ്പോ നമ്മൾ പറയണല്ലേ? അല്ലേ? ഹയ്യുൻ എന്ന് പറഞ്ഞാൽ എന്നൊന്നുള്ള അർത്ഥമുണ്ടോ? ഇല്ലല്ലോ. അതെ, ജീവനുള്ളത്, ജീവനുള്ളവൻ എന്നാണ് അതിന്റെ അർത്ഥം, അല്ലേ? അങ്ങനെ തന്നെയല്ലേ ഉസ്താദുമാരെ? ഹയ്യു എന്ന് പറഞ്ഞാലേ ജീവിച്ചിരിക്കുന്നവൻ, ജീവനുള്ളവൻ എന്നല്ലേ? ചെറുപ്പുസ്താദും പോയാ? എല്ലാ ഉസ്താദുമാരും പോയപ്പോ പുറത്തൂർ ഉസ്താദ്, സക്കി ഉസ്താദ്, അങ്ങനെ തുടങ്ങി ഒരുപാട് 1/2 ഡസനിലധികം ഉസ്താദുമാരുണ്ടായിരുന്നു. എല്ലാവരും പോയോ? ഏതാവട്ടെ, ജീവിച്ചിരിക്കുന്ന ഷാഹിദ് ഉസ്താദ് നാട്ടിലാണ് കേട്ടാ. KKM ഷാഹിദ് ഉസ്താദ് നാട്ടിലാണ് എന്നറിയിക്കുന്നു. ഉസ്താദിന് അവിടെ നെറ്റ് വളരെ അതെ മച്ചമടി പേ ചെയ്തിട്ടുണ്ട്. ജീവനുള്ളവൻ, മനസ്സിലായോ? അതെ, ജീവിച്ചിരിക്കുന്നവൻ ഹയ്യുൻ എന്ന് പറഞ്ഞ മാഷാ അല്ലാഹ് ഉസ്താദ്മാരൊക്കെ എത്തിയിട്ടുണ്ട്. ചെറുപ്പുസ്താദൊക്കെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ജീവിച്ചിരിക്കുന്നവൻ എന്നുള്ളത് എന്താണ്? അള്ളാഹുവിന്റെ ഒരു സിഫത്താണ്. അൻവർ അഹമ്മദ് കേട്ടോ എന്റെ ശബ്ദം? ഞാൻ പറഞ്ഞത് കേട്ടോ? നിങ്ങൾ ഓതിയ ആയത്തില് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറഞ്ഞില്ലേ? ഹയ്യുൻ എന്ന് പറഞ്ഞാൽ ജീവനുള്ളവൻ, ജീവിച്ചിരിക്കുന്നവൻ എന്നാണ്. ഇത് കേട്ടോ? അൻവർ അഹമ്മദ് കേട്ടുകൊണ്ട് ഒന്ന് എസ് അടിച്ചാൽ മതി. അൻവർ അഹമ്മദ് ഞാനീ പറഞ്ഞത് കേട്ടോ? കേട്ടുകൊണ്ട് ഒന്ന് എസ് അടിച്ചാൽ മതി. അൻവർ അഹമ്മദ് കേട്ടു എന്നൊന്ന് ഒന്ന് ഉറപ്പുവരുത്താനാണ്. കേട്ടു അതാ കേട്ടു. അങ്ങനെ അടിക്കുക, അതല്ലേ? അപ്പൊ അല്ലാഹു തആല ജീവിച്ചിരിക്കുന്നവൻ എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു സിഫത്താണ്. അൻവർ അഹമ്മദിനും ഇല്ലേ ഈ സിഫത്ത്, ഈ ഗുണം? അൻവർ അഹമ്മദ് ജീവിച്ചിരിക്കുന്നവനാണോ? ആണെങ്കിൽ ഒന്ന് എസ് അടിച്ചാൽ മതി. അൻവർ അഹമ്മദ് ജീവിച്ചിരിക്കുന്നവൻ, ജീവനുള്ളവൻ
ആണോ അല്ലേ? ആണെങ്കിൽ ഒന്ന് എസ് അടിച്ചോളൂ, അല്ലെങ്കിൽ നോ അടിച്ചോളൂ. യെസ്. അപ്പൊ കണ്ടോ, അപ്പൊ ഈ ഹയ്യ് എന്നുള്ള അള്ളാഹുവിന്റെ സിഫത്ത് അൻവർ അഹമ്മദിനുണ്ടായോ? ഒന്ന് മൈക്കെടുത്ത് പറഞ്ഞോളൂ. എങ്ങനെയാണ് അത് വ്യത്യാസപ്പെടുന്നത്? അള്ളാഹു ഹയ്യാണ്, അൻവർ അഹമ്മദും ഹയ്യാണ്. സുഹൃത്തുക്കളെ, ഞാനത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ. ഇതിൽ വിവരമുള്ള ഉസ്താദ്മാർ ഒരുപാടുണ്ട്, എന്റെ മാരുള്ള ഒരുപാട് സാധാരണക്കാരുണ്ട്. അവരുദ്ദേശിച്ചാണ് ഞാനീ പറയുന്നത്. അപ്പൊ ഉസ്താദ്മാര് ക്ഷമിക്കണം. പിന്നെ ഒരുപാട് ഉസ്താദ്മാരുണ്ട്, നമുക്ക് അറിയുന്നവരുണ്ട്, അറിയാത്തവരും ഒരുപാട് ഐഡിയയിലൊക്കെ ഉണ്ടാവും. കേട്ടാ, ഞാൻ അവരെ ഉദ്ദേശിച്ചാ പറയുന്നത്. അള്ളാഹു തആല ഹയ്യാണ്, അള്ളാഹുവിന്റെ ഒരു സിഫത്താണ്, ഒരു ഗുണമാണ്. അൻവർ അഹമ്മദും ജീവനുള്ളവനാണ് എന്ന് അൻവർ അഹമ്മദ് എസ് അടിച്ചിരിക്കുന്നു. അപ്പൊ അൻവർ അഹമ്മദ് അള്ളാഹുവിനോട് പങ്കു ചേർക്കലായില്ലേ അള്ളാഹുവിന്റെ ഹയ്യ് എന്നുള്ള ആ സിഫത്തിൽ? അതൊന്ന് മൈക്കെടുത്ത് പറഞ്ഞോളൂ. ഞാൻ മൈക്ക് വിട്ടു. ഉസ്താദ് മൂസ അലൈഹി സ്വലാമിന്റെ കോമില ജീവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്താനെ? മൂസ അലൈഹി സ്വലാം എങ്ങനെ വിളിക്കുമായിരുന്നോ? അള്ളാഹ് ജീവിച്ചിരിക്കല്ലേ, അപ്പൊ അള്ളാഹിനല്ലേ വിളിക്കണോ? മൂസ അലൈഹി സ്വലാം ആരെയും വിളിക്കാട്ടാ, ആരെ വിളിക്കണതും എന്ത് ചെയ്തിട്ടില്ല, ഖുർആനും സുന്നത്തൊന്നും വിലക്കിയിട്ടില്ല കേട്ടാ. അത് മറ്റൊരു വിഷയമാണ്. നിങ്ങൾക്ക് ഈ വിഷയം മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല കേട്ടാ. സയ്യിദ്, നിങ്ങളെ വിഷയം എന്ത് ചെയ്താൽ മതി, കേട്ട് പഠിച്ചാൽ മതി ഇൻഷാ അല്ലാഹ് കേട്ടാ. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ ശരിക്കും എന്ത് ചെയ്യുക, പഠിക്കുക. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് വളരെ സിമ്പിൾ ആണല്ലോ, നിങ്ങൾക്ക് മനസ്സിലായോ സയ്യിദ്? അള്ളാഹുവിന്റെ ഒരു സിഫത്താണ്, ഒരു വിശേഷണമാണ് ഹയ്യ് എന്നുള്ളത്, അഥവാ ജീവനുള്ളവൻ, ജീവിച്ചിരിക്കുന്നവൻ എന്ന്. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങളൊന്ന് എസ് അടിച്ചാൽ മതി. ഷഹീദിന് മനസ്സിലായെങ്കിൽ നിങ്ങളൊന്ന് എസ് അടിച്ചാൽ മതി. ഷഹീദ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങളൊന്ന് എസ് അടിച്ചാൽ മതി. യെസ്. ഷഹീദ് ജീവിച്ചിരിക്കുന്നവനാണോ? നിങ്ങളിപ്പോ ഹയ്യാണോ? നിങ്ങൾ ഹയ്യാണോ? ആണെങ്കിൽ നിങ്ങളൊന്ന് എസ് അടിച്ചോളൂ. യെസ്. അപ്പൊ സയ്യിദും ഹയ്യാണ്, സംസാരിക്കുന്ന ഞാനും ഹയ്യാണ്, ഈ റൂമിലുള്ള എല്ലാ ആളുകളും ഇപ്പൊ ഹയ്യാണ്, അള്ളാഹും ഹയ്യാണ്. അപ്പൊ നമ്മൾ ഹയ്യ്, ജീവിച്ചിരിക്കുന്നവൻ എന്ന ഗുണത്തിൽ അള്ളാഹുവിനോട് നമ്മൾ പങ്കു ചേർക്കൽ വന്നോ? അതാണ് ചർച്ച. വന്നോ? ഉണ്ടായോ സയ്യിദ്? അള്ളാഹുവിനോട് പങ്കു ചേർത്തപ്പോ നമ്മൾ ചേർത്തോ? നിങ്ങൾ ഹയ്യാണെന്ന് പറയുമ്പോൾ യെസ് എന്ന് അദ്ദേഹം അടിച്ചിരിക്കുന്നു. അപ്പൊ നിങ്ങളിപ്പോ നിങ്ങളെ കുറിച്ച് ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന ആളെന്നല്ല, ഞങ്ങൾ മരിച്ച ആളെന്നാ പറയേണ്ടത്. നിങ്ങൾ ജീവനില്ലാത്ത ആളാണെന്ന് പറയണോ? വിശ്വസിക്കണോ? എന്താ നിങ്ങൾ പറഞ്ഞ? എനിക്ക് മനസ്സിലായില്ല. സുഹൃത്തുക്കൾ, ഒന്നായിട്ട് എന്ത് ചെയ്യരുത്, വലിയ ടെസ്റ്റുകൾ ദയവ് ചെയ്ത് നമ്മുടെ പ്രവർത്തകരടിക്കരുത്. പ്രവർത്തകരാണെങ്കിലും അവർക്ക് എന്ത് ചെയ്യണം, പിന്നെ ഡോട്ട് കൊടുക്കണം. കാരണം ഈ ഒരുപാട് സ്ലോവായ നെറ്റുള്ള ആളുകളുണ്ടാവും, അവർക്ക് ശല്യം ഉണ്ടാകാനേ അത് ഉപകരിക്കുള്ളൂ. മാത്രമല്ല, ആ മലയാളം അടിച്ചിട്ടുള്ള ആളുകളോട് പറയുന്നു, നിങ്ങൾ അടിച്ചതിൽ ചെറിയ ഏതാനും പദങ്ങൾ മാത്രമേ അതിൽ മലയാള അക്ഷരങ്ങളായിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഒരു 4 മൂലുള്ള കല്ലിയായിട്ടാണ് എന്റെ മുമ്പിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നത്. പിന്നെ എന്താ അപ്പൊ അതുകൊണ്ടൊരു കാര്യം? വെറുതെ ആളുകളെ ശല്യപ്പെടുത്തുക എന്നല്ലാതെ. സുഹൃത്തുക്കൾ, നിങ്ങളെ മുമ്പിലൊക്കെ കൃത്യമായിട്ട് എല്ലാം കിട്ടുന്നുണ്ടോ? ഉണ്ടോ? കംപ്ലീറ്റ് ഫുള്ളായിട്ട് കിട്ടുന്നുണ്ടോ? ചിലർക്ക് കിട്ടുന്നില്ല അല്ലേ? ചിലർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ മുജാഹിദ് ഇപ്പൊ ഈ വിഷയത്തിലുള്ള മാതിരി തന്നെ ആര്യ സ്വലാത്തിന് ശിർക്കുണ്ട് ഇല്ല. ജിന്ന വിഭാഗത്ത് തന്നെ 2 ഗ്രൂപ്പ് ഇപ്പോ. ഇസ്തസ്കിനി ഉമ്മത്തിക്ക എന്ന് പറഞ്ഞാൽ അതിലെന്തില്ല, ശിർക്കില്ല എന്ന് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ല എന്ന് ആര് പറയുന്നു? ലബ്ബ ഗ്രൂപ്പ് പറയുന്നു. അൻവർ അഹമ്മദിന്റെ ഗ്രൂപ്പ് പറയുന്നു അത് ശിർക്കാണെന്ന്. പക്ഷെ അത് ശിർക്കാണെന്ന് തെളിയിക്കാൻ അൻവർ അഹമ്മദിന് കഴിയുന്നില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഏതാണെങ്കിലും ഞാൻ പറഞ്ഞു വന്നത്, സയ്യിദ്
നിങ്ങളും ജീവിച്ചിരിക്കുന്നവനാണ്, അള്ളാഹുവും ജീവിച്ചിരിക്കുന്നവനാണ് എന്ന് പറയുമ്പോൾ അതിൽ അള്ളാഹുവിനോട് പങ്കു ചേർക്കൽ വന്നോ എന്നാ ഞാൻ ചോദിക്കണത്. അള്ളാഹു ഹയ്യാണ്, സഈദും ഹയ്യാണ്, അങ്ങനെ വന്നോ? മൈക്ക് കിട്ടും, നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾ ഏതായാലും അൻവർ അഹമ്മദ് മൈക്കെടുക്കാൻ ധൈര്യപ്പെടുന്നില്ല, അതുകൊണ്ടാണ് അദ്ദേഹം DC എന്ന് അടിക്കുന്നത് കേട്ടാ. DC എന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് അതിന്റെ ഫുൾ ഫോം എനിക്ക് മൈക്കെടുക്കാൻ അതല്ല, സംസാരിക്കാതിന് ഉത്തരം പറയാൻ കഴിയില്ല എന്നാണ് അതിന്റെ അർത്ഥം ചുരുക്കത്തിൽ. മനസ്സിലായോ? എന്നാ സയ്യിദ് മൈക്കെടുത്തോളൂ, ഞാൻ മൈക്ക് കിട്ടും. നിങ്ങൾ സയ്യിദ് മൈക്കെടുത്തോളൂ. അപ്പൊ ഉസ്താദ് പറഞ്ഞ് അള്ളാഹുവിനെ പോലെ കാണുമെന്നോ കേൾക്കുമെന്നോ എന്ന് പറഞ്ഞാൽ അയാൾ എന്താണ്? അയാൾ മുശ്രിക്കാണ്. ഞാൻ ഇപ്പൊ ചോദിച്ചത് അതല്ല, നിങ്ങളോട് ചോദിച്ചത് അതല്ല. അൻവർ അഹമ്മദേ, നിങ്ങളോടിപ്പോ ചോദിച്ചത് നിങ്ങൾ ഓതിയ ആയത്തിൽ അള്ളാഹുവിന്റെ ഒരു സിഫത്ത്, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഹയ്യാണ് അല്ലാഹു തആല, അഥവാ ജീവനുള്ളവനാണ്, ജീവിച്ചിരിക്കുന്നവനാണ്. അൻവർ അഹമ്മദിനോട് ഞാൻ ചോദിച്ചു നിങ്ങൾ ജീവിച്ചിരിക്കുന്നവനാണോ എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ എസ് അടിച്ചു. അപ്പൊ അൻവർ അഹമ്മദ് സയ്യിദ് നിങ്ങൾ എന്ത് ചെയ്യരുതെന്നറിയോ? നേരത്തെ നിങ്ങൾക്ക് ഡോട്ട് നൽകിയത് എന്തിനാണെന്നറിയോ? നിങ്ങൾ ഇങ്ങനെ ഈ ടെസ്റ്റുകൾ അടിച്ചു കൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ റൂമിൽ അതിനൊരു കൺട്രോൾ ഉണ്ട്. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി അത്യാവശ്യം ചോദ്യം ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും അടിക്കാൻ പറയുമ്പോൾ അപ്പോഴാണ് അടിക്കേണ്ടത്. നിങ്ങൾ ആരൊക്കെ എഴുതിയ ഏതോ ട്രാൻസ്ലേഷനാണ് എന്ത് ചെയ്യണം നിങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങളത് യഥേഷ്ടം ഇവിടെ അനുവദിച്ചാൽ അത് ശരിയാണ്, അതിലുള്ളതൊക്കെ ക്ലിയർ ആണ് എന്ന ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് പോലെയാവും അത്. അതുകൊണ്ട് നിങ്ങൾ ആ പണി ചെയ്യരുത് എന്ന് ഷാഹിദിനോട് വിനീതമായി അപേക്ഷിക്കുകയാണ്. നിങ്ങൾ അങ്ങനെ ടെസ്റ്റ് എന്ത് ചെയ്യരുത്, അടിക്കരുത് എന്ന് കേട്ടാ. അപ്പോ അടിക്കേണ്ട ആവശ്യം വരുമ്പോൾ നിങ്ങളോട് പറയും, നിങ്ങളെ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ തെളിവുകളോ ഒക്കെ അടിക്കാൻ പറയുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് അടിക്കാവുന്നതാണ് കേട്ടാ. അതല്ല അതിൻ്റെ ഒരു മര്യാദ. അപ്പൊ അൻവർ അഹമ്മദ് ഹയ്യാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ, ജീവനുള്ളവനാണ്. അള്ളാഹും ജീവനുള്ളവനാണ്. അപ്പോ ഇത് അങ്ങനെ വിശ്വസിച്ചതുകൊണ്ട് അൻവർ അഹമ്മദ് ജീവനുള്ളവനാണെന്ന് തന്നെയല്ലേ സുഹൃത്തുക്കളെ നിങ്ങളൊക്കെ വിശ്വസിക്കുന്നത് അല്ലേ? ഞാനത് ശ്രോതാക്കളോടാ ചോദിക്കുന്നത്. അൻവർ അഹമ്മദ് ജീവനുള്ളവനാണെന്ന് തന്നെയല്ലേ നിങ്ങളൊക്കെ വിശ്വസിക്കുന്നത്? അള്ളാഹും ജീവനുള്ളവനാണെന്നല്ലേ വിശ്വസിക്കുന്നത് അല്ലേ? അള്ളാഹും ജീവനുള്ളവനാണെന്നാ വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിച്ചതുകൊണ്ട് ഈ അൻവർ അഹമ്മദിനെ അള്ളാഹുവിനോട് പങ്കുചേർക്കലായോ സുഹൃത്തുക്കളെ? അള്ളാഹുവിനെ പോലെയാണെന്ന് വന്നോ? ഇല്ല. അതാ ആ വ്യത്യാസം എന്താണ് എന്നുള്ളതാണ് അൻവർ അഹമ്മദ് പറയേണ്ടത്. അതിനാണ് ഞാൻ അൻവർ അഹമ്മദിന് മൈക്ക് കൊടുക്കുന്നത്. അഥവാ അൻവർ അഹമ്മദ് തന്നെ സമ്മതിച്ചു അള്ളാഹു ജീവനുള്ളവനാണ്, അൻവർ അഹമ്മദും ജീവനുള്ളവനാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഒരു സിഫത്തിൽ അൻവർ അഹമ്മദ് പങ്കാളിയാവലായില്ലേ? ആയില്ലെങ്കിൽ എന്തുകൊണ്ട്? അതാണ് അൻവർ അഹമ്മദ് പറയേണ്ടത്. ഞാൻ മൈക്കൂ. അല്ല ഉസ്താദ്, നേരത്തെ ഒരു കാര്യം പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതോടെ പറയാം. അതായത് സുലൈമാൻ സക്കാഫി പറയുന്നുണ്ടല്ലോ അള്ളാഹുവിനെ പോലെ. ഇപ്പോഴാണ് അൻവർ അഹമ്മദിന്റെ ശരിയായ ആ പഴയ സ്വഭാവത്തിലേക്ക് അൻവർ അഹമ്മദ് മടങ്ങിയത്. കണ്ട സുഹൃത്തുക്കളെ, വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യം അദ്ദേഹത്തെ ധരിപ്പിക്കുകയാണ്. അദ്ദേഹം പഠിച്ചു പോവും, സത്യം മനസ്സിലാക്കി പോവും എന്ന് കണ്ടപ്പോ അപ്പൊ ഇബ്ലീസ് ഇടപെട്ടിട്ട് അൻവർ അഹമ്മദിനോട് പറഞ്ഞു, വേണ്ട അതിന് ഉത്തരം പറയണ്ട, ഈ വേറെന്തെങ്കിലും പറഞ്ഞാണ്ട് തടിയെടുത്താളാ. മനസ്സിലായോ? അതുകൊണ്ട് ജിന്ന് ഗ്രൂപ്പ് എന്നല്ല ഇവരെ കുറിച്ച് പറയേണ്ടത്, MES പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ ഗഫൂർ പറഞ്ഞതുപോലെ പിശാച്ച് ഗ്രൂപ്പ് എന്ന് അവരെ കുറിച്ച് പറയേണ്ടത് സുഹൃത്തുക്കളെ. ഇബ്ലീസ് ഗ്രൂപ്പ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ കേട്ടോ, നമ്മൾ പറയല്ല. ഇവരുടെ സംസ്ഥാന സമ്മേളനത്തിൽ MES പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ ഗഫൂർ പറഞ്ഞല്ലോ, നിങ്ങൾ എന്ത് ചെയ്തോളൂ ഇവരെ ജിന്ന് ഗ്രൂപ്പ് എന്നോ പിശാച്ച് ഗ്രൂപ്പ് എന്നോ ഒക്കെ പറഞ്ഞു. പിശാച്ച് എന്നോ ഇബ്ലീസ് എന്നോ എന്താ പറഞ്ഞേ? രണ്ടാലൊരു പദമാണ് ഉപയോഗിച്ചത്. എനിക്ക് വ്യക്തമായി ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഷെയ്ത്താൻ ഗ്രൂപ്പ് എന്നാ പറഞ്ഞ് ഏതോ ആവട്ടെ, എന്തായാലും കുഴപ്പമില്ല. മനസ്സിലായില്ലേ? സാധനം ഒന്നു തന്നെയാണ്, പേര് പറയണമെന്ന് മാത്രം. നമ്മൾ പറയില്ലേ പല സാധനത്തിനും നമ്മളെ മലയാളത്തിൽ തന്നെ പല പേരും പറയില്ലേ?
പിന്നെ ചില ഭാഗത്ത് ഇപ്പൊ ഉദാഹരണം പറയാം, നമ്മളെ ഇവിടെ നാട്ടിലൊക്കെ ഉണ്ട് ഒരു മത്സ്യം, ശുദ്ധജലത്തിലുണ്ടാകുന്ന ഒരു മത്സ്യം ഉണ്ടല്ലോ, കണ്ണൻ എന്ന് പറയും ചിലയിടത്ത്, ഞങ്ങളെ നാട്ടിലൊക്കെ പറയും ബിലാല് എന്ന്, വേറെ ചിലയിടത്ത് പെരാല് എന്ന് പറയലുണ്ട്. സംഗതി പറഞ്ഞാൽ ഒക്കെ ഒന്ന് തന്നെ. അപ്പൊ ഇബ്ലീസ് എന്ന് പറഞ്ഞാലും ശൈത്താൻ എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്ന് തന്നെ. എന്താണെങ്കിലും ഇതാണ് പിശാചിന്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞത്. എന്താ കാരണം? സത്യം എന്ത് ചെയ്യുന്നു? അൻവർ അഹമ്മദിന് ബോധ്യപ്പെടുന്നു. സംഗതി എന്താണ്? അള്ളാഹുവിന്റെ സിഫത്തിൽ പങ്കുചേർക്കൽ വരുന്നില്ല എന്ന് അൻവർ അഹമ്മദിന് ബോധ്യം വരുന്നു എന്ന് കണ്ടപ്പോ അപ്പൊ പിശാച് ഇടപെട്ടു, ശൈത്താൻ ഇടപെട്ടു, വിഷയം മാറ്റാൻ അൻവർ അഹമ്മദിനോട് ആവശ്യപ്പെട്ടു. അൻവർ അഹമ്മദ് വിഷയം മാറ്റി. ഇരിക്കട്ടെ, എന്നാ ഞാനിത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് ചോദിക്കട്ടെ, അൻവർ അഹമ്മദിന്റെ ഒരു സിഫത്തായി നമ്മൾ പറഞ്ഞു അൻവർ അഹമ്മദ് ജീവനുള്ളവനാണ്, അല്ലേ? അള്ളാഹും ജീവിച്ചിരിക്കുന്നവനാണ്. മാത്രമല്ല അൻവർ അഹമ്മദ് മാത്രമല്ല, നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നവരാണ്, അല്ലേ? അങ്ങനെ തന്നെയല്ലേ സുഹൃത്തുക്കളെ? അല്ലേ? അങ്ങനെ തന്നെയല്ലേ? ഞാൻ ശ്രോതാക്കളോടാ ചോദിക്കുന്നത്. അള്ളാഹും ജീവിച്ചിരിക്കുന്നവനാണ്, ഹയ്യാണ്. പിന്നെ ആയത്തുൽ കുർസിയിൽ അല്ലാഹു പറഞ്ഞില്ലേ? അപ്പൊ അള്ളാഹുവിനോട് പങ്കു ചേർക്കൽ വന്നോ സുഹൃത്തുക്കളെ? അതില് നമ്മളും ജീവിച്ചിരിക്കുന്നവനാണ്, അള്ളാഹും ജീവിച്ചിരിക്കുന്നവനാണ്. അപ്പൊ അള്ളാഹു ഹയ്യാണ്, നമ്മളും ഹയ്യാണ്. വന്നില്ല. എന്താ വ്യത്യാസം? എന്താണ് വ്യത്യാസം? അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. എന്താ വ്യത്യാസം? നമ്മൾ ഹയ്യാണെന്ന് പറയുന്നതും അള്ളാഹു ഹയ്യാണെന്ന് പറയുന്നതും തമ്മിൽ വളരെ അന്തരമുണ്ട്. എന്താണ്? അള്ളാഹു ജീവിച്ചിരിക്കുന്നവൻ എന്ന്, അള്ളാഹുവിന് ജീവനുണ്ട്, അവൻ ജീവിച്ചിരിക്കുന്നവനാണ് എന്ന് പറയുന്നത് ആരും നൽകിയ ജീവനല്ല. അവന്റെ ജീവൻ, അവന്റെ ആ ഗുണത്തിന് തുടക്കമില്ല, അതിന് അവസാനവുമില്ല. അള്ളാഹു അല്ലാത്ത അള്ളാഹുവിന്റെ മറ്റ് മഖ്ലൂക്കുകൾ ആരാണെങ്കിലും ശരി, അവരൊക്കെ ജീവനുള്ളവനാണ് എന്ന് പറയുമ്പോൾ അത് അള്ളാഹു നൽകിയ ജീവനാണ്. മാത്രമല്ല അതിന് തുടക്കമുണ്ട്, മാത്രമല്ല അതിന് അവസാനവുമുണ്ട്. ആണോ? അതാ വ്യത്യാസം. അപ്പൊ നേരെ മറിച്ച് ഏതെങ്കിലും ഒരാൾ വിശ്വസിക്കുകയാണ് ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ശക്തിയെക്കുറിച്ച്, അതിന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ആയാൽ പോലും ആ ജീവനുണ്ട്, ആ ജീവനും എന്തില്ല, തുടക്കമില്ല എന്നോ ആ ജീവനും അവസാനമില്ല എന്നോ അല്ലെങ്കിൽ ആ ജീവൻ സ്വയമുള്ളതാണെന്നോ വിശ്വസിച്ചാൽ അപ്പൊ അതിൽ അള്ളാഹുവിനോട് പങ്കുചേർക്കൽ വന്നു. ഇപ്പൊ മനസ്സിലായ സുഹൃത്തുക്കളെ? ഇപ്പൊ മനസ്സിലായ? നിങ്ങൾക്ക് മനസ്സിലായിക്കണമെങ്കിൽ എസ് അടിച്ചാൽ മതി. ഞാൻ അത് സാധാരണക്കാരോടാ ചോദിക്കണത്. മനസ്സിലായോ? ഇനി മനസ്സിലാകാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈക്കെടുത്ത് ചോദിക്കുകയും ചെയ്യാം. ഞാൻ പറഞ്ഞത് പറഞ്ഞത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ, കൂടുതൽ വിശദീകരണം ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അതന്നെ നമ്മളെ മൂബാർക്ക്, നമ്മളെ കാരണവർ പറഞ്ഞതുപോലെ എല്ലാ സിഫത്തുകളും ഇങ്ങനെ തന്നെയാണ് കേട്ടാ. കേൾവിയുടെ കാര്യമായാലും ശരി, കാഴ്ചയുടെ കാര്യമായാലും ശരി, കുദറത്തിന്റെ കാര്യമാണെങ്കിലും ശരി, ഒക്കെ അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിന്റെ എല്ലാ സിഫത്തുകളും, അള്ളാഹുവിന്റെ സിഫത്തുകൾ എന്നുള്ളത് അള്ളാഹു ഉണ്ടായതിന് തുടക്കമില്ലാത്തതുപോലെ അവന്റെ സിഫത്തുകൾക്കും തുടക്കമില്ല. അള്ളാഹുവിന് അന്ത്യമില്ലാത്തതുപോലെ അവന്റെ ഗുണങ്ങൾക്കും അന്ത്യമില്ല. അതല്ലാത്ത അള്ളാഹുവിന്റെ എല്ലാ സൃഷ്ടികൾക്കും ഏത് തരത്തിലുള്ള കാഴ്ചയായിരുന്നാലും, ഏത് തരത്തിലുള്ള കേൾവിയായിരുന്നാലും, ഏത് തരത്തിലുള്ള കുദറത്ത് കഴിവായിരുന്നാലും അതെല്ലാം ഉണ്ടായതിന് തുടക്കമുണ്ട്, അതിന് അവസാനമുണ്ട്. അത് അള്ളാഹു നൽകിയതാണ്. ഇപ്പൊ മനസ്സിലായോ സുഹൃത്തുക്കളെ? ഇപ്പൊ മനസ്സിലായോ? വ്യത്യാസപ്പെടുന്നത്. നേരെ മറിച്ച് അള്ളാഹുവിനുള്ളതുപോലുള്ളതുണ്ട് എന്ന് വിശ്വസിച്ചാൽ എന്തായി? അത് അള്ളാഹുവിനോട് പങ്കുചേർക്കലായി, അള്ളാഹുവിനോട് സമന്മാരെ ചേർക്കലായി, സമന്മാരാക്കലായി. അള്ളാഹുവിനെ പോലെ കേൾവി മറ്റൊരാൾക്കുണ്ട്, അള്ളാഹുവിനെ പോലെ കാഴ്ച മറ്റൊരാൾക്കുണ്ട് എന്ന് പറയാൻ അർത്ഥം എന്താ? അള്ളാഹുവിനുള്ള കേൾവിയും കാഴ്ച എന്ന് പറയുന്നത് അത് സ്വയമുള്ളതാണല്ലോ, അതിന്റെ ദാത്ത് പോലെ തന്നെയാണ്. അതിന് തുടക്കമില്ല, അതിന് അവസാനമില്ല, ആരും നൽകിയതൊന്നല്ല. കണ്ടോ? അങ്ങനെ ആർക്കെങ്കിലും ഏതെങ്കിലും നബിമാർക്കോ അല്ലാത്തവർക്കോ മലക്കുകൾക്കോ ഏതെങ്കിലും ജീവജാലങ്ങൾക്കോ അല്ലെങ്കിൽ ജീവനില്ലാത്തതിനാലും വേണ്ടില്ല, അങ്ങനെ ആർക്കെങ്കിലും കേൾവിയും കാഴ്ചയോ നല്ല ഗുണങ്ങളും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാരെങ്കിലും ശബ്ദം കേൾക്കുന്ന കൂട്ടത്തിൽ ഉണ്ടോ സുഹൃത്തുക്കളെ? ഉണ്ടോ?
എന്റെ ശബ്ദം കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ പോലെ കേൾവിയോ അള്ളാഹിനെ പോലുള്ള കാഴ്ചയോ അള്ളാഹിനെ പോലുള്ള കുതിരത്തോ അള്ളാഹുവിനെ പോലുള്ള ജീവനോ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും ആളുകൾ ഇതിലുണ്ടോ? ഇല്ല, ആരും വിശ്വസിക്കുന്നില്ല. പിന്നെ നമ്മൾ ആരും, മുസ്ലിങ്ങൾ ആരും വിശ്വസിക്കാത്തൊരു കാര്യം, മുസ്ലിമീങ്ങളുടെ പേരിൽ പച്ചക്കള്ളമായിട്ട് ഇവർ വെച്ചു കെട്ടുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടില്ലേ? ഈ ശ്രോതാക്കൾക്കൊക്കെ ബോധ്യപ്പെട്ടില്ലേ? അല്ലേ? അൽഹംദുലില്ലാ. ഇതിപ്പോ അൻവർ അഹമ്മദിനും ബോധ്യപ്പെട്ടിരിക്കണേ. സംഗതി അൻവർ അഹമ്മദിനും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാ. അൻവർ അഹമ്മദ് സംഗതി പിച്ചനുണ്ടാക്കാൻ വേണ്ടി വരുന്നതാണെങ്കിലും സ്ഥിരമായി നമ്മുടെ റൂമിൽ ഇവിടെ ഇങ്ങനെ കേൾക്കുന്നത് കൊണ്ട് കുറെയൊക്കെ മാറ്റുന്നുണ്ട്. അൻവർ അഹമ്മദിനും വന്നിട്ടുണ്ട്, ഇല്ലാന്ന് നമ്മൾ പറയണില്ല. മനസ്സിലായില്ലേ? ഇപ്പോ ലബ്ബ മൗലവി തന്നെ നമ്മുടെ റൂമിൽ സ്ഥിരമായി വരികയും ഇവിടെ പലപ്പോഴും പല വിഷയങ്ങളെക്കുറിച്ചും തർക്കിക്കുകയും ചെയ്യുമ്പോഴാണ് അദ്ദേഹം തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരുപാട് അബദ്ധജടിലമാണെന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ളത്. മനസ്സിലായോ? അങ്ങനെയാണ് ഇപ്പൊ ജിന്നുകളിൽ തന്നെ പെട്ട ഒരു വിഭാഗം, അല്ല മുജാഹിദുകളിൽ തന്നെ പെട്ട മറ്റൊരു വിഭാഗത്തോട് ചില വിഷയങ്ങളിൽ സംവാദം വരെ നടത്താൻ ലബ്ബ മൗലവിക്ക് ധൈര്യം വന്നത്, പ്രചോദനമായത് എന്ന് പറയുന്നതിൽ നമുക്ക് മടിയൊന്നുമില്ല. SGB അതിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. ഞാൻ മൈക്ക് വിട്ടു. ഫൈസൽ എന്താണ് 21-208 എന്ന് പറഞ്ഞ ഒരാൾ കൈപൊക്കി നിൽക്കുന്നുണ്ട് കുറേയായിട്ട്. അദ്ദേഹത്തിന് മൈക്ക് എടുക്കാവുന്നതാണ്. ഞാൻ മൈക്ക് വിട്ടു. സുലൈമാൻ സക്കാഫി പറഞ്ഞല്ലോ അള്ളാഹുവിനെ പോലെ അള്ളാഹുവിന്റെ വലിയ കേൾക്കും കാണുമെന്ന്. മുശ്രിക്കാണോ? ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശബ്ദം കേൾക്കാമോ സഹോദരന്മാരെ? ശബ്ദം കേൾക്കാമോ? വേറെ ഉസ്താദ് ഉണ്ടല്ലോ. എനിക്ക് ഒന്ന് രണ്ട് സംശയങ്ങൾ ചോദിക്കാനുള്ളൂ. ഞാനിന്നൊരു ഫേസ്ബുക്കിലൊരു ന്യൂസ് കണ്ടു. അതൊരു ഉസ്താദിനെ പറ്റിയിട്ടുള്ളൊരു ന്യൂസാണ്. അപ്പോൾ അത് യഥാർത്ഥമാണോ അല്ലെന്നൊന്ന് വിശ്വസിച്ച കേരള ശബ്ദത്തിൽ വന്നൊരു ലേഖനത്തിന്റെ ഒരു ഇന്റർവ്യൂവിലുള്ള ഫോട്ടോ സഹിതം വന്നിട്ടുണ്ട്. നരേന്ദ്രമോദിയെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചു എന്നുള്ളത്. അത് ശരിക്കുള്ളൊരു ന്യൂസാണോ? കാരണം കേരള ശബ്ദമാസി വാരികയുടെ ഫ്രണ്ട് പേജും ഒക്കെ വെച്ചിട്ടാണ് അത് വന്നിട്ടുള്ളത്. അതിനെ പറ്റി കേൾവിക്കാർ ഉസ്താദ് എന്താണെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞാൽ. അസ്സലാമു അലൈക്കും. അത് നമുക്ക് പറയാം. അതിന് മുമ്പ് ഞാൻ അൻവർ അഹമ്മദിനോടൊന്ന് പറഞ്ഞോട്ടെ. അൻവർ അഹമ്മദ് അതിന്റെ ഇടയ്ക്കൊന്ന് ചാടിയിട്ടൊരു കാര്യം പറഞ്ഞല്ലോ. അള്ളാഹുവിനെ പോലെ കേൾക്കും കാണുന്ന ആരോ പറഞ്ഞിരിക്കണെന്ന് അല്ലേ? അങ്ങനെയല്ല ഇപ്പൊ അൻവർ അഹമ്മദ് പറഞ്ഞ നേരത്തെ. ഞാൻ അദ്ദേഹത്തിന്റെ ഡൗട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇല്ലേ സുഹൃത്തുക്കളെ? ഇല്ലേ? അങ്ങനെയല്ലേ അദ്ദേഹം പറഞ്ഞത്? ഇല്ലേ അൻവർ അഹമ്മദ് പറഞ്ഞത്? അള്ളാഹുവിനെ പോലെ കേൾവിയും അള്ളാഹുവിനെ പോലെ കാഴ്ചയും സൃഷ്ടികൾക്കുണ്ട് എന്ന് ആര് പറഞ്ഞിരിക്കണെന്നാ പറഞ്ഞത്? ആര് പറഞ്ഞെന്നാ പറഞ്ഞത്? അദ്ദേഹം സുലൈമാൻ സക്കാഫി പറഞ്ഞിരിക്കണം. അതൊന്ന് അൻവർ അഹമ്മദിന് ഇവിടെ കേൾപ്പിക്കാവോ? അൻവർ അഹമ്മദെ അതൊന്ന് കേൾപ്പിക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ ഒന്ന് അടിച്ചാൽ മതി. അള്ളാഹുവിനെ പോലെ കേൾവിയും അള്ളാഹുവിനെ പോലെ കാഴ്ചയും ഉണ്ട് എന്ന് കേൾപ്പിക്കാൻ കഴിയോ? ഓക്കെ. എപ്പോഴാ കേൾപ്പിക്കുക? അപ്പൊ കേൾപ്പിക്കുവോ? ഇപ്പൊ കേൾപ്പിക്കുവോ? അദ്ദേഹം അടിച്ചിട്ടുണ്ട്. മൈക്ക് തരുമെന്നല്ല, ഇപ്പൊ കേൾപ്പിക്കുവോ? ഓക്കെ. എന്നാൽ നിങ്ങൾ സംസാരിക്കരുത്. സുലൈമാൻ സക്കാഫി അങ്ങനെ പറയുന്നതായിട്ട് നിങ്ങളൊന്ന് കേൾപ്പിച്ചോളൂ. എന്നിട്ട് അതിനെക്കുറിച്ച് നമുക്ക് പ്രതികരിക്കാവുന്നതാണ് കേട്ടാ. സയ്യിദ് ഇപ്പൊ മൈക്ക് എടുക്കരുത്. ഇപ്പൊ മൈക്ക് വേറെ ആരും എടുക്കരുത്. ഇപ്പോ അൻവർ അഹമ്മദിനാണ്. അദ്ദേഹം ഒരു എന്താ പറയാ, ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം തെളിയിക്കട്ടെ. അദ്ദേഹം അതൊന്ന് കേൾപ്പിക്കട്ടെ. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. അതായത് ഇസ്തിഗാസ സുലൈമാൻ സക്കാഫി പേജ് 10 അതിലാണ് പറയുന്നത് അള്ളാഹുവിനെ പോലെ അല്ല, കേൾപ്പിക്കാന്നാ നിങ്ങൾ പറഞ്ഞത് കേട്ടാ. ഇപ്പൊ കേൾപ്പിക്കാൻ പറഞ്ഞിട്ട് ഊബരെന്ത് ചെയ്യാണ്? ഇസ്തിഗാസ പേജ് 10 ഞാൻ പറഞ്ഞ അങ്ങനെ ഇല്ല, പച്ച കള്ളാണ് പറഞ്ഞത്. അതല്ലേ
അള്ളാഹുവിനെ പോലെ കാണും എന്ന് പറഞ്ഞതായിട്ടുണ്ടോ? അതൊന്ന് കേൾപ്പിക്കൂ എന്നാണ്. ഒരാള് ചോദിക്കണ മരിച്ചു പോണ്ടേ? തീർച്ചയായിട്ടും മരിക്കു പോണം. അബുദാബിക്കും മരിച്ചു പോണ്ടേ? നിങ്ങൾക്ക് മരിക്കണ്ട, നിങ്ങൾ ബാക്കിയുള്ളവർ മരിക്കണോ ഒക്കെ നടക്കുക. എന്താ പോലെ ഖബറിന്റെ പണിയേറ്റുണ്ടോ? അതോ മറ്റേ പെട്ടി നിർമ്മിക്കണ പണിയേറ്റുണ്ടോ? അല്ല, ചോദ്യം കേട്ടാ തോന്നുന്നു അതാണ് മരിച്ചു പോണ്ടേന്ന്. ഈ നോണ പറഞ്ഞിങ്ങനെ നടക്കുക, മനസ്സിലായില്ലേ? എന്നാ നിങ്ങൾ വന്നോളൂ മൈക്കിലേക്ക്. ഇവിടെ എല്ലാവർക്കും മൈക്ക് കൊടുക്കുന്നുണ്ടല്ലോ. അൻവർ അഹമ്മദ് നമ്മളെ യഥേഷ്ടം മൈക്ക് കൊടുക്കണ്. അൻവർ അഹമ്മദിനെ ഇവിടെ അറിയാത്ത ആൾക്കാരുണ്ടോ? തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ മുജാഹിദിന്റെ നേതാവാണ്. അദ്ദേഹത്തെ അറിയാത്ത ആളുകൾ ആരും ഉണ്ടാവില്ല മുജാഹിദികളുടെ കൂട്ടത്തില്. ഞങ്ങൾ യഥേഷ്ടം മൈക്ക് കൊടുക്കണം നിങ്ങൾക്കായിട്ടെന്താ കേട്ടാ? അപ്പൊ അൻവർ അഹമ്മദ് ഇപ്പൊ പറഞ്ഞത് കളവാണെന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെട്ടില്ലേ സുഹൃത്തുക്കളെ? അല്ലേ? കളവാണെന്ന് ബോധ്യപ്പെട്ടില്ലേ? അദ്ദേഹം ഇവിടെ കേൾപ്പിക്കോ എന്ന് ചോദിച്ചപ്പോൾ അതേ കേൾപ്പിക്ക. സുലൈമാൻ സഖാഫി പറഞ്ഞതായിട്ട് കേൾപ്പിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അതേ പറഞ്ഞതായി കേൾപ്പിക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ കേൾപ്പിച്ചോ? അദ്ദേഹം കേൾപ്പിച്ചോ സുഹൃത്തുക്കളെ? ഇല്ല. എന്നാ ഇങ്ങനെ തന്നെയാണ് മുജാഹിദുകളുടെ എല്ലാ വാദത്തിന്റെയും അവസ്ഥ. അങ്ങനെ തന്നെയാണ്. നേർക്കുനേർ അവരോട് തെളിവുകൾ ചോദിച്ചാൽ, അവരെ പറയുന്ന ഈ കളവിന് തെളിവ് ചോദിച്ചാൽ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? പിന്നെ അദ്ദേഹം പറഞ്ഞെന്താണ്? എവിടോ എഴുതിയിട്ടുണ്ട് എന്നാ. എഴുതിയിട്ടില്ല, പച്ചക്കള്ളമാണ് പറയുന്നത്. അൻവർ അഹമ്മദെ, ഇങ്ങനെ എന്ത് ചെയ്യരുത്, കളവ് പറയരുത് കേട്ടാ. ഏറ്റവും കുറഞ്ഞ ഇന്നത്തെ രാത്രി എന്തെങ്കിലും അറിയാലോ. ഇന്ന് ശ്രേഷ്ഠമായൊരു ദിവസമാണ്, രാത്രിയിലാണുള്ളത് കേട്ടാ. അറഫ രാത്രിയാണ്, നാളെ അറഫയാണ്. മനസ്സിലായോ? ഈ സാധാരണ മറ്റുള്ളപ്പോ നുണ പറഞ്ഞ മാതിരിയല്ല. ഇപ്പൊ ശ്രേഷ്ഠമായ ദിവസങ്ങളിൽ തെറ്റ് ചെയ്യുന്നത്, നന്മ ചെയ്യുന്നതിന് പ്രതിഫലം കൂടുതലുള്ളതുപോലെ തെറ്റ് ചെയ്യുന്നതിനും അൻവർ അഹമ്മദെ ശിക്ഷ കൂടുതലുണ്ടാവും. അതുകൊണ്ട് പടച്ചവനെ സൂക്ഷിച്ചോ എന്നാണ് തൽക്കാലം അൻവർ അഹമ്മദിനോട് പറയാനുള്ളത് കേട്ടാ. ഓക്കെ? അപ്പോ അങ്ങനെ കളവ് പറയരുത് കേട്ടാ. മാത്രമല്ല, നിങ്ങൾ നേരത്തെ നിങ്ങൾ പറഞ്ഞു തന്നിട്ടില്ല കേട്ടോ, അതിന് മറക്കരുത്. എന്താണ്? ഇസ്തസ്ഖിലി ഉമ്മത്തിക്ക യാ റസൂലല്ല, അത് ലൈഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈഫാണെന്ന് പറഞ്ഞ വല്ല പണ്ഡിതന്റെയും പേരറിയോ അൻവർ അഹമ്മദെ? നിങ്ങൾക്ക് അറിയുമെന്ന് മെസ്സടിച്ചാൽ മതി, ഞാൻ ആ വിഷയം വിടാം. ഞങ്ങൾക്ക് മറ്റു വിഷയങ്ങളിലേക്ക് പോകാനുണ്ട്. വേറെ ആളിപ്പോൾ അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വേറൊരു ചോദ്യം, എന്തോ ഒരു കേരള ശബ്ദമായിട്ട് വന്നിരുന്നു. അത് ചർച്ച ചെയ്യാണ്ട് ഞങ്ങൾക്ക്. അൻവർ അഹമ്മദിന് അറിയോ ഇസ്തസ്ഖിലി ഉമ്മത്തിക്ക യാ റസൂലല്ല എന്ന അസർ ലൈഫാണെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ പേരറിയോ എന്ന്? അറിയുമെന്ന് മെസ്സടിച്ചാൽ മതി. ഇല്ലെങ്കിലോ അടിച്ചോളൂ, രണ്ടാളും കുഴപ്പമില്ല. കണ്ടോ, മുപ്പരടിക്കൂല. എന്നാ അത് ലൈഫാണെന്ന് പറഞ്ഞ വല്ല പണ്ഡിതന്റെയും പേരറിയുന്ന വല്ല മുജാഹിദുകളും ഞങ്ങളെ റൂമിലുണ്ടോ? എന്റെ ശബ്ദം കേൾക്കുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ എസ് അടിച്ചോളൂ, ഞാൻ മൈക്ക് വിട്ടു അവർക്ക് വേണ്ടി. ഉണ്ടോ? ഇസ്തസ്ഖിലി ഉമ്മത്തിക്ക യാ റസൂലല്ല എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം നബിയുടെ ഖബർ ഷരീഫിനടുത്ത് ചെന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ, സഹായം തേടിയ, ഇസ്തിഗാസ നടത്തിയ സംഭവം അത് ലൈഫാണെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ പേര് പറയാൻ അറിയുന്ന ആരെങ്കിലും മുജാഹിദുകളെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വെല്ലുവിളിക്കണമെന്നില്ല, ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എസ് അടിച്ചാൽ മതി. അത്ര മാത്രമേ വേണ്ടി. ഉണ്ടോ? അൻവർ അഹമ്മദിന് കഴിയുന്നില്ല, മറ്റു മൗലവിമാർക്കൊന്നും കഴിയില്ല. ആരെങ്കിലും ഉണ്ടോ? കണ്ടോ? ആരുമില്ല. എന്നാ യഥാർത്ഥത്തിൽ എന്താണ് ആരും ഇല്ലാത്തത് സുഹൃത്തുക്കളെ? ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ലൈഫാന്ന് ആരും പറഞ്ഞിട്ടില്ല. കണ്ടാ, അത് നമ്മൾ സാധാരണക്കാർ മനസ്സിലാക്കണം. ആ സംഭവം അത് ലൈഫാണ് എന്ന് ലോകത്ത് മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ഒരൊറ്റ പണ്ഡിതനും പറഞ്ഞിട്ടില്ല. മനസ്സിലായോ?
ഒരൊറ്റ പണ്ഡിതനും പറഞ്ഞിട്ടില്ല. പക്ഷേ മൗലവിമാര് കണ്ണും ചിമ്മി കവലപ്രസംഗം നടത്തുമ്പോൾ എന്ത് പറയും? അത് ലൈഫാണെന്ന് പറയും. മനസ്സിലായോ? ഇതാണ് അതിന്റെ അവസ്ഥ. നോണ പറയാ, ദജ്ജാലൂന കദ്ദാബൂന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞില്ലേ, അതാണ് ആ നോണ പറയാ എന്നുള്ളതാണ് കേട്ടാ. മൈക്ക് തരാം. അതിന് മുമ്പ് വേറെ ആള്, ഒറ്റ മിനിറ്റ് കേട്ടാ, ഫൈസൽ എന്ന് പറഞ്ഞ ആളല്ലേ എന്തോന്ന് ചോദിച്ചിരുന്നത് നമ്മളോട് അല്ലേ? എന്താണ് കേരള ശബ്ദം? ഫൈസൽ കേൾക്കണ്ട? ചോദിച്ച ആള് കേൾക്കണ്ട? ചോദ്യകർത്താവിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോന്ന് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് എസ് അടിക്കണം. നിങ്ങളെ എസ്സിന് എന്ത് ഇത്ര താമസം? ഇത് എവിടുന്ന് വരുന്ന എസ്സാ? ബാക്കിയുള്ള ആൾക്കാരൊക്കെ എസ് വേഗത്തി, നിങ്ങളെ എസ്സിന് കുറച്ച് കാലതാമസം വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞു ഫസാദ് ബുക്കിൽ എന്തോ വായിച്ചു എന്നാ. അത് ഒന്നാമത്തേതായി മനസ്സിലാക്കേണ്ട, അതിന്റെ പേര് തന്നെ ഫസാദ് ബുക്ക് എന്നാണ്. മനസ്സിലായോ? പിന്നെ ഞാനേ കണ്ടിട്ടില്ല, എനിക്ക് ആ ഫസാദ് ബുക്കിൽ എന്തില്ല, അക്കൗണ്ടും ഇല്ല, ഞാനത് തുറക്കലുമില്ല. മനസ്സിലായില്ലേ? എന്തെങ്കിലല്ലേ അതിന്റെ താക്കോലും എനിക്കില്ല, എന്തെങ്കിലല്ലേ പോയി തുറക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ കണ്ടിട്ടില്ല, വായിച്ചിട്ടില്ല. മനസ്സിലായോ? അത് ഫസാദ് ബുക്കാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞു കേരള ശബ്ദത്തിലുണ്ട് എന്ന് പറഞ്ഞു. വലിയ ടെസ്റ്റ് അടിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യണം? വലിയ ടെസ്റ്റ് ഇപ്പൊ അടിക്കരുത് സുഹൃത്തുക്കളെ. 2 നിലക്കുള്ള ദോഷം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ചിലപ്പോൾ അടിക്കുന്ന നമ്മുടെ സുന്നി പ്രവർത്തകരായിരിക്കും, പക്ഷേ പലരുടെയും നെറ്റാണ് കട്ടാവാൻ, അവരുടെ ആ ക്ലാസ് റൂം കേൾക്കുന്നതാണ് കട്ടാവാൻ അത് കാരണമായി തീരും. അതാണ് ഇപ്പൊ നിങ്ങൾ ഈ ഒന്നായിട്ട് വലുതടിച്ചാൽ കിട്ടുന്ന ഒരു ഗുണം. മനസ്സിലായോ? അത് ചെയ്യരുത് എന്നറിയിക്കുന്നു. പിന്നെ നിങ്ങൾ പറഞ്ഞത് എന്തായിരുന്നു? കേരള ശബ്ദത്തിൽ എന്തോന്നുണ്ട് എന്ന് അല്ലേ? കേരള ശബ്ദത്തിൽ ഉണ്ട് എന്നല്ല നിങ്ങൾ പറഞ്ഞത് ഫൈസലെ? നിങ്ങൾ കേരള ശബ്ദത്തിലുണ്ട് എന്നല്ലേ പറഞ്ഞത്? എന്തൊരു കട്ട സമയം കളല്ല ഫൈസലെ. അതെ, കേരള ശബ്ദം നിങ്ങൾ വായിച്ചാ? കേരള ശബ്ദം നിങ്ങൾ വായിച്ചോ? വായിച്ചിങ്ങനെയൊന്ന് എസ് അടിച്ചാൽ മതി. വായിച്ചിങ്ങനെങ്കിൽ ഒന്ന് എസ് അടിച്ചാൽ മതി. പിന്നെ വായിച്ചിട്ടുമില്ല. പിന്നെന്താ? പിന്നെ നമ്മൾ കേൾക്കാത്ത അറിയാത്ത കാര്യത്തെ സംബന്ധിച്ച് നമ്മളെങ്ങനെ പറയാ? നിങ്ങളല്ലേ അതിലുള്ളത് എങ്ങനെയാണെന്ന് അറിയുള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു ഫിത്ന ഉണ്ടാക്കിയത് ആരാന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതാരാ? മൗദൂദികൾ എന്ന് പറയപ്പെടുന്ന, ഇഖ്വാനികൾ എന്ന് പറയപ്പെടുന്ന, ലോകത്ത് എല്ലായിടത്തും ഫിത്ന ഉണ്ടാക്കുന്ന, മുസ്ലിം ഉമ്മത്തിന്റെ എല്ലാ കെട്ടുറപ്പയും ഭദ്രതയും നശിപ്പിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിൽ അതിന്റെ ഒരു വാലുണ്ട്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയും, മൗദൂദികളെന്നും പറയും. അവർക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഈ ഫിത്ന, എന്തെങ്കിലും ഒരു ഫിത്ന ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ? അവർക്ക് നിലനിൽപ്പുള്ളൂ. മാത്രമല്ല അത്തരം ഫിത്നയിൽ അവർക്ക് 2 കാര്യമാണ്. അത് അറിയാതെ ചിലപ്പോൾ നമ്മളെ സുന്നി പ്രവർത്തകരും അതിൽ പെട്ടുപോവാറുണ്ട്. ഞാനിപ്പോൾ അത് പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ്. സുന്നി പ്രവർത്തകർ അതിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ സുന്നി പ്രവർത്തകർ എങ്ങനെ പെടുന്നത്? സുന്നി പ്രവർത്തകർ പെടുന്ന കോലം ഞാൻ പറഞ്ഞുതരാം. അവർക്കുള്ള 2 ലക്ഷ്യം, ഞങ്ങളുടെ നാട്ടിലൊക്കെ, നമ്മളെ ഭാഗത്തൊക്കെ, മലപ്പുറത്തൊക്കെ പറയും നെയ്യപ്പം തിന്നാ 2 കാര്യമൊന്നും. അങ്ങനെ കേട്ടിട്ടില്ല എല്ലാവരും അല്ലേ? നെയ്യപ്പം തിന്നാ 2 കാര്യമൊന്നും അല്ലേ? ആ അപ്പം തിന്നുമ്പോൾ എന്ത് ചെയ്യാ? വയറ്റിൽക്ക് വിശപ്പിനും ഒരു ശാന്തത കിട്ടും. പിന്നെ അതിങ്ങനെ പൊട്ടിച്ച് തിന്നുമ്പോൾ അയിമലെന്തുണ്ടാവും? എണ്ണ ഉണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യാന്ന്, കൈമലൊക്കെ പൂപ്പടക്കുക എന്ന് പറയും ഞങ്ങളാ ഭാഗത്ത്. മനസ്സിലായോ? പഴയ കാലത്തൊന്നും ഇപ്പൊ ഈ ക്രീമൊന്നും ഉപയോഗിക്കരുതല്ലോ, ഇപ്പോഴല്ലേ ഇപ്പൊ അതൊക്കെ ഉണ്ടായത്. അപ്പൊ എന്നതുപോലെ എപ്പോഴും ഇവർക്ക് ഈ മൗദൂദികൾക്ക് ഇത്തരം കാര്യങ്ങൾ എഴുതിപ്പിടിപ്പിക്കുന്നതിലും പ്രചരിപ്പിക്കുന്നതിലും 2 ലക്ഷ്യമുണ്ട്. ഒന്നെന്താണ്? പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഫസാദ് ഉണ്ടാക്കുക, ഫിത്ന ഉണ്ടാക്കുക, ഛിദ്രത ഉണ്ടാക്കുക എന്നുള്ളതാണ്. മുസ്ലിമീങ്ങളുടെ ഇടയിൽ കുറേയൊക്കെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഫിത്ന ഉണ്ടാക്കുക എന്നുള്ള, ഫസാദ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം. മറ്റൊരു ലക്ഷ്യം എന്താണെന്നറിയോ? അവർ ഈ പ്രസിദ്ധീകരിക്കുന്ന അവരുടെ പ്രസിദ്ധീകരണങ്ങൾ, അവരുടെ മീഡിയകൾ പരസ്യപ്പെടുത്തുക എന്നുള്ളത്. നിങ്ങൾ സംഭവം തിരിഞ്ഞ
ഇതില് ആദ്യത്തെ ലക്ഷ്യം സുന്നികളുടെ ഇടയിൽ, നമ്മുടെ പ്രവർത്തകരുടെ ഇടയിൽ വല്ലാതെ വിലപ്പോവാറില്ല. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ സുഹൃത്തുക്കളെ? 2 ലക്ഷ്യത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ ലക്ഷ്യം സുന്നി പ്രവർത്തകരുടെ ഇടയിൽ വിലപ്പോവാറില്ല. പക്ഷേ രണ്ടാമത്തെ ലക്ഷ്യം നമ്മൾ അറിയാതെ നമ്മളത് പ്രചരിപ്പിച്ചു പോകുന്നുണ്ട്. ആണോ? ഇപ്പൊ തന്നെ ഇവിടെ ഒരുപാട് ആളുകൾ, ഇപ്പൊ എനിക്കറിയില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവരുടെ ചാനലിന്റെ പേരെന്താണെന്നുള്ളത് എനിക്കറിയില്ല, എന്റെ ഓർമ്മയിലുണ്ടായിരുന്നില്ല. ഇന്നിപ്പോ ഒരുപാട് സുന്നി പ്രവർത്തകർ ഇതിലിങ്ങനെ അടിക്കുകയാണ് ആ ചാനലിന്റെ പേര്. അത് തന്നെയാണ് അവരുടെ ലക്ഷ്യം, രണ്ടാമത്തെ ലക്ഷ്യം. മനസ്സിലായ നിങ്ങൾക്ക്? ഒരു ഫിത്ന ഒരു പത്രത്തിൽ എഴുതിയാൽ അപ്പൊ എഴുതുകയാണെന്ത്, അപ്പോ നമ്മൾ പറയണ അങ്ങനെ ഒരു വിഷയമുണ്ട്, ഏതിലുള്ളത്? ഇന്ന പത്രത്തിലുണ്ട്, കണ്ടോ? അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സുന്നി പ്രവർത്തകർ അവരുടെ ആ ഒരു തരത്തിലുള്ള മീഡിയകളുടെയും പരസ്യം നമ്മൾ ഏറ്റെടുക്കേണ്ടതില്ല. മൗദൂദികൾ അവരുടെ ചാനലിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ, ആ ചാനലിന്റെ പേരോ അല്ലെങ്കിൽ അതൊന്നും നമ്മൾ അടിക്കണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായ നിങ്ങൾക്ക്? അതന്നെ മീഡിയ, അതിന്റെ പബ്ലിസിറ്റിയാണ്. നമുക്കറിയാലോ, ഏതെങ്കിലും ഒരു പത്രത്തിൽ എന്തെങ്കിലും ഒന്നിപ്പോ AP ഉസ്താദിനെ കുറിച്ചോ മറ്റോ എന്തെങ്കിലും മോശമായി അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫിത്ന എഴുതിയാൽ എന്തായി? എല്ലാവരും പറയും, ശത്രുക്കളും മിത്രങ്ങളും ഒരുപോലെ ഉപയോഗിക്കും എന്ത്, ആ പേര്. അത് ഇന്ന പത്രത്തിൽ എഴുതിയത്, ഇന്ന പത്രത്തിൽ എഴുതിയത്, കണ്ടോ? അതോടെന്തായി? അവരുടെ രണ്ടാമത്തെ ലക്ഷ്യം സാക്ഷാത്കരിക്കലായി. അതുകൊണ്ട് ഒന്നാമത്തെ ലക്ഷ്യം മൗദൂദികളടക്കമുള്ള എല്ലാ ഫിത്നക്കാരുടെയും ഒന്നാമത്തെ ലക്ഷ്യം നമ്മൾ എങ്ങനെയാണോ പരാജയപ്പെടുത്തുന്നത്, അവരെ നിരാശപ്പെടുത്തുന്നത്, അതേ ബുദ്ധി വെച്ചുകൊണ്ട് രണ്ടാമത്തെ ലക്ഷ്യത്തെയും നമ്മൾ പരാജയപ്പെടുത്തണം. അതിന് സുന്നി പ്രവർത്തകർക്ക് കഴിയണം. അഥവാ അവരതിനുപയോഗിച്ച മീഡിയകളുടെ ചാനലുകളുടെ പേരുകൾ നമ്മൾ അടിക്കുകയോ പറയുകയോ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അതിനുള്ള മാർഗമെന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അറിയിച്ചുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. സുലൈമാൻ സക്കാഫി മുശ്രിക്കാണോ മുസ്ലിമാണോ? ഞാനിവിടെ ടെക്സ്റ്റ് അടിച്ചു. അള്ളാഹുവിനെ പോലെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സാറേ ഒത്തിരി മൈക്ക് വെയിറ്റ് ചെയ്തിരുന്നു. ഒറ്റയുണ്ട്, ഇപ്പൊ തരാ സയ്യിദ്. നിങ്ങളുടെ മുമ്പ് ഒന്ന് ചോദിച്ചല്ലോ, അൻവർ അഹമ്മദ് പറഞ്ഞത് പച്ചക്കള്ളമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി പറയാനുള്ളത്, അൻവർ അഹമ്മദ് ഇപ്പോഴും ഒറിജിനൽ നുണയൻ തന്നെയാണ് എന്നാണ്. അൻവർ അഹമ്മദിന്റെ ഉത്തരാണ് കേട്ടോ, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അൻവർ അഹമ്മദ് ഇപ്പോഴും പെരുന്നുണയൻ തന്നെയാണ് ആണ് ഉത്തരം. ഇനി സയ്യിദ് എടുത്തോളൂ, മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജസാക്കല്ലാഹു ഉസ്താദ്. ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഉസ്താദിന്റെ ഒരു മോൻ ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു ചെറിയൊരു മോൻ, 5ാം ക്ലാസ് പഠിക്കുന്ന മോൻ. ഉസ്താദിന് നല്ലൊരു സുഹൃത്തുണ്ട്, നല്ല സത്യസന്ധനായ നല്ല പ്രവർത്തികൾ ചെയ്യുന്ന ഒരു സുഹൃത്തുണ്ട്. എന്നിട്ട് ഉസ്താദിന്റെ മോൻ ചോദിക്കാണ്, ഉസ്താദ് ഉപ്പ എനിക്ക് ആ ഉസ്താദിന്റെ ആള് നല്ല ആളാണ്, ആ ആളുടെ നന്മകൊണ്ട് എനിക്ക് ഉസ്താദ് ഉപ്പ എനിക്ക് 5000 രൂപ തരണം. അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ആളുടെ നന്മ വഴിക്ക് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഉസ്താദിനോട് നേരിട്ട് ചോദിച്ചുകൂടെ? അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൃഷ്ടാവല്ലേ, നമുക്ക് നേരിട്ട് ചോദിച്ചുകൂടെ? മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വഴിക്കോ അല്ലെങ്കിൽ വേറെ? അതെ, നിങ്ങളെ ചോദ്യം തിരിഞ്ഞു. അങ്ങനെ പിന്നെ കൂടുതൽ വിശദീകരിക്കേണ്ട എന്നുള്ള ആൾക്കാണ്, അത് സമയം കളയണ്ട വെച്ചിട്ടാ. നിങ്ങൾ പറയുന്നത് അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കാം, വേറെ ഇടയ്ക്കൊരാളെ എന്ത് ചെയ്യേണ്ടതില്ല, മധ്യവർത്തിയാക്കേണ്ടതില്ല. അതല്ല നിങ്ങൾ പറഞ്ഞത്? ഇല്ലേ? അതല്ലേ നിങ്ങൾ പറഞ്ഞത് സയ്യിദ്? യെസ്. പക്ഷെ മധ്യവർത്തിയാക്കി ചോദിച്ചതായിട്ട് വിശുദ്ധ ഖുർആനിൽ കാണുന്നല്ലോ. അതെന്താ അള്ളാഹ്ക്ക് അറിയില്ലായിരുന്നോ? ഒരു ഉദാഹരണം പറയാം. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ പുത്രന്മാർ, അവര് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ പുത്രന്മാർ അഥവാ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരന്മാർ യൂസുഫിനെ കൊണ്ട് ചെയ്തത്, അലൈഹി ഇസ്ലാമിനെ കൊണ്ട് ചെയ്തതൊക്കെ നിങ്ങൾക്കറിയാലോ, സംഭവം അറിയാലോ അല്ലേ? സംഭവം അറിയാലോ സയ്യിദ്? നിങ്ങൾക്കറിയാലോ? നിങ്ങൾക്കറിയാലോ എന്ന്
അറിയെങ്കിൽ എസ് അടിച്ചോളൂ. എസ് അല്ല, അദ്ദേഹം അടിക്കട്ടെ. സൂറത്തൊന്നും ഞാൻ ചോദിച്ചത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് തന്റെ സഹോദരന്മാർ ചെയ്ത പണി നിങ്ങൾക്ക് അറിയോന്നാ ചോദിക്കുന്നത്. അറിയെങ്കിൽ എസ് അടിച്ചാൽ മതി. യെസ്, അറിയാം. അവർ ചെയ്തത് കുറ്റമായിരുന്നു, വലിയ തെറ്റായിരുന്നു അവർ ചെയ്തത്, ഇല്ലേ? അങ്ങനെ തന്നെയല്ലേ? ആണെങ്കിൽ ഒന്ന് എസ് അടിച്ചോളൂ. ശരി, ആ തെറ്റ് പൊറുക്കാൻ അള്ളാഹുവിനോട് അവർക്ക് ചോദിച്ചാൽ പോരായിരുന്നോ? ആ തെറ്റ് പുറത്തു കിട്ടാൻ അള്ളാഹുവിനോട് അവർക്ക് ചോദിച്ചാൽ പോരായിരുന്നോ? ആണെങ്കിൽ എസ് അടിച്ചോളൂ, അല്ലെങ്കിൽ നോ അടിച്ചോളൂ. ആണെങ്കിൽ എസ് അടിച്ചോളൂ. നോ എന്താ? അപ്പൊ അള്ളാഹിനോട് ചോദിച്ചാൽ, നേരിട്ട് ചോദിച്ചാൽ അള്ള കൊടുക്കൂല, പുറത്തു കൊടുക്കൂല. അവരെന്താ പറഞ്ഞത് ഖുർആനില്? അവരെന്താ പറഞ്ഞത്? ആയത്ത് ഓർമ്മയുള്ള ഉസ്താദുമാരൊന്നും ഇവിടെ അടിക്ക്. സത്യുസ്താദെ, എന്തെങ്കിലും അടിക്കുന്നതിന് പകരം നമ്മളെ സക്യുസ്താൻ ഇവിടെ കാണുന്നില്ല. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ അത്യാവശ്യമുള്ളത് വേഗം അടിച്ചുകൂടി. കൊച്ചു തമാശകൾ അടിക്കുന്നതിന് പകരം യാ അബാനസ്തഗ്ഫിർ ലനാ, അല്ലേ? അങ്ങനെ അല്ലേ? ആ ആയത്തൊന്നും ഓർമ്മയുള്ളവർ വേഗം ഒന്ന് അടിക്കും, വേഗം പെട്ടെന്ന്. എനിക്ക് എന്റെ ആദ്യ ഭാഗം ഓർമ്മയെ വരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ തരാൻ നിന്നാ എനിക്ക് സംസാരിക്കാൻ പറ്റൂലല്ലോ. ആ മൈക്ക് തരാം സയ്യിദ്. ഇത് കഴിഞ്ഞിട്ടില്ല. ഞങ്ങളെ ആ മധ്യവർത്തിയാക്കിയത് കാണിച്ചു തരാം ഖുർആനിൽ തന്നെ കേട്ടാ. ആർക്കും കിട്ടണില്ല വർച്ചോനെ? ആർക്കും ഇപ്പൊ ആയത്ത് അതെ, സക്കി ഉസ്താദ്, മാഷാ അല്ലാഹ്. സക്കി ഉസ്താദ് അടിച്ചിട്ടുണ്ട്. സക്കി ഉസ്താദ് ചിലപ്പം അതിലില്ലാതെ വരുമ്പോ നമുക്ക് വലിയ താമസം വരുന്നുണ്ട്. സത്യുസ്താദ് ഈ സക്കി ഉസ്താദിന് ഒന്ന് എന്ത് ചെയ്യണം, ഒരു ട്രെയിനിങ് കൊടുത്തിട്ട് ഈ പണിക്ക് എന്ത് ചെയ്യണം, ഏർപ്പാടാക്കണം. മാഷാ അല്ലാഹ്. സത്യുസ്താദ് വന്നു വേണ്ട ആള്. وقالوا يا أبانا استغفر لنا ذنوبنا إنا كنا خاطئين. വിശുദ്ധ ഖുർആനിൽ സയ്യിദിനോടാ ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? സയ്യിദിനോടാ ഞാൻ പറയുന്നത്. കേൾക്കുന്നുണ്ടോ? സൂറത്ത് യൂസുഫിലെ 97-ാമത്തെ ആയത്തിൽ ഈ യാക്കൂബ് നബിയോട് തന്റെ പുത്രന്മാര് വന്നിട്ട് പറയുന്നത് എന്താ അറിയോ? യാ അബാന, ഞങ്ങളുടെ പിതാവേ, ഇസ്തഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം. കണ്ടോ? ഇസ്തഗ്ഫിർ ലനാ ദുനൂബനാ ഇന്നാ കുന്നാ ഖാതിഈൻ. ഞങ്ങൾ വലിയ തെറ്റാണ്, വലിയ അബദ്ധമാണ് ഞങ്ങൾ ചെയ്തു പോയത്. അതുകൊണ്ട് ഞങ്ങളുടെ പാപം പുറത്തു കിട്ടാൻ പിതാവെ നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം. കണ്ടോ? മധ്യവർത്തിയാക്കി. നേരിട്ട് ചോദിച്ചുകൂടായിരുന്നു അവർക്ക്? നെബര അള്ളല്ലേ? ഏത് തെറ്റു ചെയ്താലും പൊറുക്കുന്നവനല്ലേ അള്ളാഹു? നിങ്ങളുടെ വാദമനുസരിച്ച് അവര് സ്വന്തം പിതാവിനോട് എന്ത് പറയേണ്ടതില്ല? പിതാവിനോട് ഞങ്ങൾക്ക് പുറത്തു തരണമെന്നല്ല പറയുന്നത് കേട്ടോ. പിതാവിനോട് ചെയ്ത അപരാധത്തിന് ഞങ്ങൾക്ക് മാപ്പ് തരണം എന്നല്ല പറയുന്നത് ഖുർആൻ. പിന്നെന്താ? യാ അബാന, ഞങ്ങളുടെ പിതാവേ, ഇസ്തഗ്ഫിർ ലനാ ദുനൂബനാ, ഖുർആനാ പഠിപ്പിക്കുന്നത്. എന്ത് പറയാനുണ്ട് സയ്യിദ്? ഒന്ന് മൈക്കെടുത്തോളൂ, ഞാൻ മൈക്കോട്ട്. ഉസ്താദ്, ഞാൻ ആ സുലൈമാൻ സക്കാഫിയുടെ ബുക്ക് കൊണ്ടുവരും. നിങ്ങൾ പ്രസ്താവന യാക്കൂബ് അലൈഹിസ്സലാം അത് നബിയായിരുന്നു, ജീവിച്ചിരുന്നതായിരുന്നു. ഇവർ സഹോദരന്മാര് അവർ അവിശ്വാസി, അവരുടെ പിതാവിനും യൂസുഫ് അലൈഹിസ്സലാം എതിരെ പോയവരാണ്. അവര് ശരിക്കും പിതാവിനെ അംഗീകരിച്ച ആൾക്കാരായിരുന്നോ? അതുകൊണ്ടല്ല അവർ ജീവിച്ചിരുന്ന യാക്കൂബ് അലൈഹിസ്സലാമിനോട് ചോദിച്ചത് പുറത്തു വരണമെന്ന്. കാരണം എന്തുകൊണ്ട്? അവർ സയ്യിദ്, നിങ്ങൾ ഈ അൻവർ അഹമ്മദിന്റെ മുജാഹിദ് വഹാബി മൗദൂദികൾ പറയും പോലെ പറയില്ലേ? അവരാണ് ഇങ്ങനെ പറയല് കേട്ടാ. നിങ്ങൾ പറഞ്ഞ എന്താണ്? അള്ളാഹുവിന്റെ അടക്ക് പിന്നെന്തിനൊരു മധ്യവർത്തി നേരിട്ട് ചോദിച്ചാൽ പോരെയാണ്. അവിടെയാണ് വിഷയം, അതാണ് പോയിന്റ് കേട്ടാ.
അവിടെയാണ് പോയിന്റ്. അപ്പൊ അള്ളാഹുവിനോട് ചിലർ നേരിട്ട് ചോദിക്കുന്നതിനേക്കാൾ തന്നെക്കാൾ അള്ളാഹു ചോദിച്ചാൽ ഉത്തരം നൽകാൻ സാധ്യതയുള്ള മഹാന്മാരോട് പറഞ്ഞിട്ട് അവരല്ലാഹുവിനോട് ചോദിക്കുക. അതാണ് മധ്യവർത്തി എന്ന് പറഞ്ഞ ഒരു മീഡിയേറ്റർ ഉണ്ടോ? മധ്യവർത്തി എന്ന് പറഞ്ഞാൽ അതല്ലേ സയ്യിദ്, മീഡിയേറ്റർ എന്നല്ലേ അല്ലേ? ഇപ്പൊ ഉദാഹരണം, അതെ അതെ അതെ. ഇപ്പൊ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കൾ അഥവാ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ബ്രദേഴ്സ്, അവിടുത്തെ സഹോദരന്മാർ തന്റെ പിതാവിനെ ഒരു മീഡിയേറ്റർ ആക്കുന്നു പുറത്തു കിട്ടാൻ അള്ളാഹുവിന്റെയും അവരുടെയും ഇടയിൽ. അപ്പൊ അള്ളാഹുവിന്റെയും സൃഷ്ടികളുടെയും ഇടയിൽ മീഡിയേറ്റർ ആക്കുക എന്നുള്ളത് അള്ളാഹു തന്നെ അംഗീകരിച്ചതും വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതുമാണ്. ഇത് ബോധ്യപ്പെട്ടോ നിങ്ങൾക്ക്? ഇതിപ്പോ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? പിന്നെ മരിച്ചോ ഇല്ല എന്നുള്ളത് നമുക്ക് പിന്നെ വേറെ നോക്കാം. ഇതിപ്പോ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? ഷഹീദിന് ഞാനിപ്പോ ഈ പറഞ്ഞത് ബോധ്യപ്പെട്ടോ? യെസ്. അപ്പൊ അതുകൊണ്ട് ഇനി മേലിൽ എന്ത് ചെയ്യരുത്? അള്ളാഹുവിന്റെയും നമ്മുടെയും ഇടയിൽ ഒരു മീഡിയേറ്റർ, മധ്യവർത്തി എന്തിനാണ് എന്നുള്ള ചോദ്യം അത് ശരിയല്ല, അത് അബദ്ധമാണ്. മീഡിയേറ്റർ ഇല്ലാതെ നമുക്ക് അല്ലാഹു തആല ഒന്നും നൽകിയിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടാ. മീഡിയേറ്റർ ഇല്ലാതെ അള്ളാഹു നമുക്കൊന്നും നൽകിയിട്ടില്ല. ഇത് മനസ്സിലായോ നിങ്ങൾക്ക്? ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ? മനസ്സിലായെങ്കിൽ നിങ്ങളൊന്ന് എസ്സടിച്ചാൽ മതി. ഞാൻ ഷഹീദിനോടാ പറയണത്. മൈക്ക് തരുന്നതിന് മുമ്പ് ഞാൻ ഒന്നുകൂടി പറയാം. വിശുദ്ധ ഖുർആൻ നമുക്ക് ലഭിച്ചു, തൗഹീദ് നമുക്ക് ലഭിച്ചു, ഈ അനുഗ്രഹങ്ങളെല്ലാം ലഭിച്ചു. ഇതെല്ലാം അല്ലാഹു തആല നമുക്ക് നേരിട്ട് നൽകിയതാണോ? ആണെങ്കിൽ നിങ്ങൾ എസ്സടിച്ചോളൂ. ആണോ? നോ. കണ്ടോ, മീഡിയേറ്റർ ഉണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. എന്തേ അള്ളാഹ്ക്ക് കഴിയില്ലായിരുന്നോ നേരിട്ട് നമുക്ക് ഈ വിവരങ്ങൾ നൽകാൻ? മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അല്ലാഹു തആല നൽകുന്ന ഒരു മീഡിയേറ്റർ മുഖേനയാണ്. ആരാണ് ആ മീഡിയേറ്റർ? ആരാണ് ആ മീഡിയേറ്റർ? ഷഹീദ് അടിക്കൂ. അതെ, ജിബ്രീൽ അലൈഹിസ്സലാം. കണ്ടോ? ഇനി നമുക്ക് മഴ ലഭിക്കുന്നു. ആ മഴ മുഖേന നമുക്ക് ഭൂമിയിൽ സസ്യങ്ങളും ചെടികളൊക്കെ ഉണ്ടാവുന്നു. നമുക്കും ജീവജാലങ്ങൾക്കും എല്ലാം ജീവിക്കാനുള്ള വെള്ളവും ചെടികളും ധാന്യവും ഫ്രൂട്ടും ഒക്കെ ഉണ്ടാവുന്നു. ഈ മഴയും ഒരു മീഡിയേറ്റർ മുഖേനയാണ്. ആരാണ്? മീകായിൽ അലൈഹിസ്സലാം. കണ്ടോ? അങ്ങനെ നോക്കൂ, എല്ലാം മീഡിയേറ്റർ മുഖേന. അതിന്റെ അർത്ഥം നമുക്ക് അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കാൻ പാടില്ല എന്നല്ല, നമ്മൾ നേരിട്ട് ചോദിക്കാം. മനസ്സിലായോ? നമുക്ക് അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കാം എന്നല്ല, പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കാറുണ്ട്. അതേസമയം നമ്മളെക്കാൾ ശ്രേഷ്ഠരായ, അള്ളാഹുവിനെ കൂടുതൽ ഇബാദത്ത് കൊണ്ടോ അതുപോലെ സൽക്കർമ്മങ്ങൾ കൊണ്ട് അടുത്തിട്ടുള്ള മഹാന്മാർ, അവരോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ട് അവർ ദുആ ചെയ്യുക എന്നുള്ളത് അത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളതാണ് എന്ന് നിങ്ങളെ അറിയിക്കുന്നു. അതുകൊണ്ട് മീഡിയേറ്റർ വേണ്ട എന്നത് അത് വിവരമില്ലാത്ത, ഇസ്ലാമിന്റെ ബാലപാഠം പോലും അറിയാത്ത ചില ആളുകൾ പറയുന്ന മണ്ടത്തരം, വങ്കത്തരം എന്നാണ് അതിനെ കുറിച്ച് പറയാനുള്ളത് എന്ന് ഷഹീദിനെ അറിയിക്കുന്നു. ഇനി നിങ്ങൾ മൈക്കെടുത്തോളൂ. അപ്പൊ ഇന്ന് ജീവിച്ചിരിക്കുന്ന മീഡിയേറ്റർ ആരാളെ? ഇന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്ന മീഡിയേറ്റർ മരിച്ചവരെ വിളിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്ന ഒരാളെ പറയാം. ജസാഖുള്ള. അല്ലാ, നിങ്ങളെ ഒരു അബദ്ധം പിന്നെയും പറഞ്ഞിട്ടുണ്ടോ? മരിച്ചവരെ പറ്റൂല എന്നുള്ളത് നിങ്ങളൊരു അബദ്ധം പറഞ്ഞാണ്. അതൊക്കെ ഈ വിവരം കെട്ട, ഒരു വിവരമില്ലാത്ത ഈ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിന്റെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾ പറയായിരിക്കും. അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തു തരട്ടെ, അല്ലാഹു ഖൈർ നൽകട്ടെ എന്ന് നമ്മൾ ദുആ ചെയ്യുന്നു. ഇന്നൊരു മീഡിയേറ്റർ എന്ന് പറഞ്ഞാൽ, ഇതിന് മീഡിയേറ്റർ എന്ന് പറഞ്ഞാൽ എന്തേ അർത്ഥമുള്ളൂ എന്നറിയോ? തന്നെക്കാൾ ബെറ്റർ ആയിട്ടുള്ള ആള്. ഇപ്പോ സയ്യിദിന്റെ കാഴ്ചയില്
സയ്യിദിനേക്കാൾ അള്ളാഹുവിനോട് കൂടുതൽ അടുപ്പമുള്ള കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന മുത്തഖിയായൊരു മനുഷ്യൻ ആരെ കണ്ടാലും അദ്ദേഹത്തെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അദ്ദേഹത്തോട് നിങ്ങൾക്ക് ദുആ ചെയ്യാൻ പറയാം, അദ്ദേഹത്തെ കൊണ്ട് നിങ്ങൾക്ക് ദുആ ചെയ്യിപ്പിക്കാം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട തങ്ങന്മാരെന്ന് പറയും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവരൊക്കെ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരയാണ് എന്നുള്ള നിലക്ക് അവർക്ക് ആ നിലക്കുള്ള പ്രത്യേകതയുണ്ട്. അവരെ കൊണ്ട് നമുക്ക് ദുആ ചെയ്യിപ്പിക്കാം. അതുപോലെ തന്നെ പണ്ഡിതന്മാർ, അവരെ കൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് ദുആ ചെയ്യിപ്പിക്കാം. അവരൊക്കെ ജീവിച്ചിരിക്കുന്ന ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, ഒരുപാട് നല്ല സാലിഹ്യങ്ങളായ സജ്ജനങ്ങളായ ആളുകളുണ്ട്, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കുന്നവർ. അവരൊക്കെ നമുക്ക് മീഡിയേറ്ററാക്കാം എന്നാണ് പറയാനുള്ളത് കേട്ടാ. അല്ല, അത് നിങ്ങളെക്കുറിച്ച് അടിച്ചതല്ല, നിങ്ങൾ തെറ്റിദ്ധരിച്ചാണ് ഇപ്പൊ അത് കേട്ടാ. അദ്ദേഹം എഴുതിയിട്ടുള്ളത് അയാം സയ്യിദ് നോട്ട് സെയ്ദ്. ആ സെയ്ദ് നിങ്ങളെ കുറിച്ച് അടിച്ചതല്ല, സയ്യിദ്മാർ എന്ന് പറഞ്ഞത് തങ്ങന്മാരെ കുറിച്ച് അടിച്ചിട്ടുള്ളതാണ് കേട്ടാ, നിങ്ങളെ കുറിച്ചല്ല അത്. അതും നിങ്ങൾക്കൊരു ചെറിയ അബദ്ധം പറ്റിയതാണ്, നേരത്തെ മനസ്സിലാക്കിയത് പറ്റിയതുപോലെ തന്നെ. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ വഫാത്തായ പോയവരെ, മരണപ്പെട്ടവരെ മീഡിയേറ്റർ ആക്കാൻ പറ്റൂല എന്ന്. അതെവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ഞാൻ ഇതുവരെ ഞങ്ങളൊന്നും പഠിച്ച ഖുർആനിലോ അല്ലെങ്കിൽ ഹദീസിലോ ഒന്നും എവിടെയും അങ്ങനെ കണ്ടിട്ടില്ല അവരെ മീഡിയേറ്റർ ആക്കാൻ പറ്റില്ല എന്ന് കേട്ടാ. അത് ഈ വിവരമില്ലാത്ത ആളുകൾ പറയുന്നതാണ് എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഞാൻ മൈക്കോട്ട്. ഹലോ, നിങ്ങൾ ഈ മരണപ്പെട്ട ആൾക്കാരോട് സഹായം ചോദിക്കുന്നതിന് തെളിവ് ചോദിക്കുമ്പോൾ ജീവിച്ച ആൾക്കാരോട് ഉസ്താദേ, അപ്പൊ ഈ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് കിട്ടുന്നതിന് മുന്നേ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൂഹ് അലൈഹി സ്വലാം ഒറ്റ മിനിറ്റ്, അതിന്റെ ഇടക്ക് വേറൊരാൾ ഇവിടെ ചാടിയല്ലോ, അപ്പൊ അദ്ദേഹത്തോടൊന്ന് പറഞ്ഞാട്ടെ. അദ്ദേഹം എന്താ പറഞ്ഞ അറിയാം? ആരാണത്? ദുബൈ ഷറഫോ? ദുബൈ ഷറഫ് ഇപ്പൊ എന്താ പറഞ്ഞത്? വഫാത്തായവരോട് സഹായം ചോദിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോ നിങ്ങൾ ജീവിച്ചിരിക്കുന്നവരോട് ചോദിക്കണ കാര്യ പറഞ്ഞത്. അങ്ങനല്ലേ പറഞ്ഞത് ഷറഫെ? നിങ്ങൾ ദുബൈ അങ്ങനല്ലേ പറഞ്ഞത്? അങ്ങനല്ലേ? അല്ല, ഞാൻ ആ ചോദ്യകർത്താവിനോടാ, ദുബൈ ഷറഫിനോടാ ചോദിക്കണത്. നിങ്ങൾ എത്ര വലിയ അബദ്ധം നോണയാണ് സുഹൃത്തെ പറഞ്ഞത് ഈ രാത്രി. ഇവിടെ അങ്ങനെ ഒരാൾ ചോദിച്ചിട്ടില്ലല്ലോ, അങ്ങനെ ചോദിച്ച ഒരാളോട് ഇവിടെ മറുപടിയും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ എന്ത് കേട്ടിട്ടാണ് ഇങ്ങോട്ട് വരിക, മൈക്ക് എടുക്കുക, എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് തോന്നിയതാണ് പറയാ? അതൊരു മര്യാദയാണോ സുഹൃത്തെ? ഇവിടെ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിട്ടില്ല, ഇവിടെ അങ്ങനെ ഒരു ഉത്തരവും ഉണ്ടായിട്ടില്ല. ഇപ്പൊ മനസ്സിലായോ നിങ്ങൾക്ക്? ദുബൈ ഷറഫിന് ഇപ്പൊ മനസ്സിലായോ? ആയെങ്കിൽ ഒന്ന് എസ് അടിച്ചാൽ മതി. ഞാൻ പറഞ്ഞേ മനസ്സിലായോ നിങ്ങൾക്ക്? എന്നിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം. അല്ല, അങ്ങനെയല്ല, തെറ്റിദ്ധാരണ തീർക്കണല്ലോ, മറ്റേ ആളുകൾ തെറ്റിദ്ധരിക്കൂലേ. ദുബൈ ഷറഫിന് ഇപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ആയെങ്കിൽ ഒന്ന് എസ് അടിച്ചാൽ മതിയും. പറഞ്ഞത് മനസ്സിലായെങ്കിൽ ഒന്ന് എസ് അടിക്കൂ, ഇല്ലെങ്കിൽ നോ അടിച്ചോളൂ, പിന്നെ നിങ്ങൾക്ക് മൈക്ക് തരും. രണ്ടാലൊന്ന്. മറ്റത് പിന്നെ ഞാൻ ഒന്ന് പറഞ്ഞ് നിങ്ങളിഞ്ഞ് വേറൊന്ന് പറഞ്ഞ് മനസ്സിലായിട്ടില്ല. നിങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞത് വഫാത്തായവരോട് സഹായം ചോദിക്കുന്നത്, വഫാത്തായവരെ മീഡിയേറ്റർ ആക്കുന്നത് ചോദിക്കുമ്പോൾ നിങ്ങൾ ജീവിച്ചിരിക്കുന്നവരുടെ കാര്യമാണ് പറയണത്. അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ പറഞ്ഞത്? അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? എന്നാ അങ്ങനെ ഒരു ചോദ്യം ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് എന്നോട് ചോദിച്ചിട്ടില്ല, ഞാൻ കേട്ടിട്ടുമില്ല. എന്നോട് സയ്യിദ് പറഞ്ഞത് അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് നമുക്ക് നേരിട്ട് ചോദിച്ചാൽ പോരെ, അതിനെന്തിനാണ് ഒരു മീഡിയേറ്റർ എന്നാ ചോദിച്ചത്. ഇപ്പൊ മനസ്സിലായോ? അതിനുള്ള ഉത്തരം അതുവരെ പറഞ്ഞിരുന്നു കേട്ടാ. സയ്യിദ് എന്ന് പറയുന്ന സഹോദരൻ ചോദിച്ചതിനുള്ള ഉത്തരമാണ് ഇപ്പൊ ഇതുവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടില്ല. നിങ്ങൾ ചോദിച്ച രൂപത്തിലുള്ള ഒരു ചോദ്യം ഇവിടെ ഞാൻ ഇന്ന് മൈക്കെടുത്തതിന് ശേഷം ആരും ചോദിച്ചിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് അറിയാത്ത വിഷയത്തിൽ നിങ്ങൾ ഇടപെടരുത്. രണ്ടും ഒന്നാണ് നിങ്ങളാണ് പറഞ്ഞാൽ എങ്ങനെ കേട്ടാ? എന്ന് രണ്ടും ഒന്നാണെന്നാ അപ്പൊ രണ്ടിനും ആ ഒരൊറ്റ ഉത്തരം മതി. ഓക്കെ, ഞാൻ മൈക്ക് വിട്ടു. ഇനി ഷഹീദ് മൈക്ക് എടുത്തോളൂ കേട്ടാ. ഷഹീദ് മൈക്ക് എടുത്തോളൂ, ഞാൻ മൈക്ക് വിട്ടു. ആരെങ്കിലും ഉസ്താദ്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ചെറുപ്പുസ്താദ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഒരല്പസമയത്തേക്ക്
ഞാനൊരു അല്പസമയത്തേക്ക് മൈക്കൊന്നൊന്ന് മാറിക്കണ്ടുണ്ട്. ഒരു ചെറിയ ഇടവേള, ഒരു വിശ്രമവേള ആവശ്യം വന്നിട്ടുണ്ട്. ചെറുപുസ്തകണ്ടാ? മുബാർക്ക് തൽക്കാലം മുബാർക്ക് മൈക്കെടുത്തു.